നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? നമ്മൾ പഠിച്ചത് പ്ലാന്റിന്റെ ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ചാണ്. എന്താണ് ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എഴുതാം. ടിഷ്യൂ സിസ്റ്റം പഠിച്ചു നിർത്തി. ടിഷ്യൂ സിസ്റ്റം ഇസ് എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ഹാവിംഗ് സെയിം ഫംഗ്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ. അതിന്റെ പൊസിഷൻ നോക്കാതെ ഫംഗ്ഷൻ മാത്രം പറയുന്നതിനാണ് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ അതിന്റെ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്കിൻ ഒരു ടിഷ്യൂ സിസ്റ്റമാണ്, ബ്ലഡ് ഒരു ടിഷ്യൂ സിസ്റ്റമാണ്. ബ്ലഡ് എവിടെയാണ് ഒരു ജോലി ചെയ്തത് അല്ലെ? എന്താണ്? ഓക്സിജനെ കൊണ്ട് കൊടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് എടുത്തുകൊണ്ട് പോകുന്നു, ഫുഡ് കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയുക കണ്ടക്റ്റീവ് ഫ്ലൂയിഡ് ടിഷ്യൂ സിസ്റ്റമാണ് ബ്ലഡ്. സ്കിൻ എന്താണ്? എവിടെയാണെങ്കിലും ഒരു ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ. അതുപോലെ പ്ലാന്റിലും ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് എ ടിഷ്യൂ സിസ്റ്റം? ഇസ് എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ഹാവിംഗ് സെയിം ഫംഗ്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ. എന്ന് വെച്ചാൽ പൊസിഷൻ നോക്കാതെ അതിന്റെ ഫംഗ്ഷൻ വെച്ച് മാത്രം പറയുന്നതാണ് ടിഷ്യൂ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. പ്ലാന്റിൽ 3 തരം ടിഷ്യൂ സിസ്റ്റംസേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് ഏതാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. 2 ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം അഥവാ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. 3 വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. എന്നിങ്ങനെ 3 ടിഷ്യൂ സിസ്റ്റംസേ ഉള്ളൂ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ് അല്ലെ? അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇത് കിടക്കാം. നോക്കൂ, ഇതൊരു ചെടിയാണ്. ഇത് നിങ്ങൾക്ക് ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ എന്ന് പറയാൻ കഴിയും. ഇതാണിത്? ഡൈക്കോട്ടാണ് അല്ലെ? ഡൈക്കോട്ട് പ്ലാന്റ് ഭാഗം. അതിന്റെ ഞാൻ ഇത്ര ഭാഗം മുറിച്ചുകൊണ്ട് മാറ്റി വെച്ചിരിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി ഞാൻ ഇതിന് എല്ലാവരും ചെയ്യാൻ പോവാണ്. എല്ലാവരും ചെയ്യുന്നത് എങ്ങനെ കാണുന്നു? ഇത്രയും ഭാഗത്ത് നിന്ന് എല്ലാവരും ചെയ്യാൻ പോവാണ്. ഐ എം ഗോയിങ് ടു എല്ലാവരും ദിസ് പാർട്ട്. ഇത്രയാക്കി വളരെ വലുതാക്കി. എന്നിട്ട് ഇതിനകത്ത് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറെ ടിഷ്യൂസ് കാണാൻ കഴിയും. അത് കണ്ണുകൊണ്ട് നോക്കിയാൽ വലിയ പാടാണ്. മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ അതിനെ കാണുന്നത്. കണ്ണുകൊണ്ട് എന്തോ ഒന്നും കാണത്തില്ല അല്ലെ? കുറച്ച് ടിഷ്യൂ മാത്രമേ കാണത്തുള്ളൂ ഭാഗം. പക്ഷെ ആ സെല്ലുകളെ കാണാൻ മൈക്രോസ്കോപ്പിൽ നോക്കണം. അങ്ങനെ നോക്കിയാൽ ഈ പുറമെയായി കാണുന്ന ഈ ഭാഗത്തിന് കൂടാതെ അകത്ത് വീണ്ടും ഇങ്ങനെ ഒന്നുകൂടെ കാണാൻ കഴിയും. എന്നിട്ട് അതിനകത്ത് കുറെ മാസ്കുലാർ ബണ്ടിലുകൾ ഇങ്ങനെ. കഴിഞ്ഞ ദിവസം നിങ്ങൾ വരച്ചതാണത്. ഇങ്ങനെ സർക്കുലറായിട്ട് കാണാൻ കഴിയും. അതിൽ ഓരോന്നിനകത്തും പുറത്തായിട്ട് ഫ്ലോയോ അകത്തായിട്ട് സൈലോവും കാണും. അപ്പൊ ഞാൻ പി എക്സ് അപ്പൊ എക്സ് എന്നുള്ളത് അകത്താണ്, പുറത്തെല്ലാം പിയും കാണും. പി എന്ന് വെച്ചാൽ ഫ്ലോയോ ആണ്. അപ്പൊ ഞാൻ ഇതിനെ ടിഷ്യൂ സിസ്റ്റം വെച്ച് വേർതിരിക്കാൻ പോകണം. ഏതൊക്കെയാണ് 3 ടിഷ്യൂ സിസ്റ്റം? ഏറ്റവും പുറമെയുള്ള ഇതിനെ എവിടെയാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. TS എന്ന് വെച്ചാൽ ടിഷ്യൂ സിസ്റ്റം ആണ്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ നോക്കൂ? അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിനെയാണ് ഈ സൈലോ ഫ്ലോ അടങ്ങിയത്. ഇതിനെ ഞാൻ വിളിക്കുന്നവരാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലാർ അഥവാ കണ്ടക്റ്റീവ് ടിഷ്യൂ സിസ്റ്റം. ഇത് കൂടാതെ എന്തൊക്കെയുണ്ട്? നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗം കാണുന്നതിന് പേരുണ്ട്. പേരുണ്ട്. ഈ ഭാഗത്തിന് വിളിക്കുന്ന പേര് കോർട്ടക്സ് എന്നാണ്. കോർട്ടക്സ്. ഈ ഭാഗത്ത് വിളിക്കുന്ന പേര് എൻഡോഡെർമിസ് എന്നാണ്. ഇത് എന്റെ തൊട്ടുള്ളിലുള്ള ഭാഗത്തിന് പെരിസൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. പെരിസൈക്കിൾ. പിന്നെ നടുക്ക് കാണുന്ന ഈ ഭാഗം ഇതിനെ വിളിക്കാണ് പിത്ത് ഓർ മെഡുല്ല. അങ്ങനെയാണെങ്കിൽ ഈ വാസ്കുലാർ ബണ്ടിൽ ഇടയ്ക്കായി കാണുന്ന ഈ ഭാഗം ഉണ്ടാണ്. ഈ ഭാഗം ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് മെഡുല്ലറി റേസ് ഓർ പിത്ത് ബേസ്. ഇത്ര ഇതിനെല്ലാം കൂടെ ചേർന്ന് വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. ഇതാണ് രണ്ടാമത്തെ ടിഷ്യൂ. അപ്പൊ ഇതൊന്ന് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഇത് രണ്ടാമത്തത് ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം, ഇത് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം മൂന്നാമത്തത്. സോ പ്ലാന്റിൽ എത്ര ടിഷ്യൂ സിസ്റ്റംസേ ഉള്ളൂ? 3 മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിന്റെ കമ്പോണന്റ് ഏതൊക്കെയാണ്? ഫ്ലോയും സൈലോവും. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ കമ്പോണന്റ് എന്താണ്? ഞാൻ പിന്നെ പറയും. ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ കമ്പോണന്റ് എന്തൊക്കെയാണ്? കോർട്ടക്സ് വരും, എൻഡോഡെർമിസ് വരും, പെരിസൈക്കിൾ വരും, പിത്ത് അഥവാ മിഡിൽ വരും, പിത്ത് റേസ് അഥവാ മിഡിൽ റേസും വരും അല്ലെ? അത്രയും. ഇതല്ലാതെ ഏതെങ്കിലും ചെടിയിലുണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ കൈ ഇങ്ങനെ മുറിച്ചു. നോക്കൂ, എന്റെ കൈ ഇങ്ങനെ മുറിച്ചു. കൈ എക്സാമ്പിൾ പറയാം. പിന്നെ നടുക്ക് 2 ബോണൊക്കെ ഉണ്ടല്ലേ? ഇങ്ങനെ 2 ബോണുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് 2 ബോണ്ട്. ഞാൻ ഇതിന്റെ സ്കിൻ ഇങ്ങനെ ഊരിയെടുത്തു. കൈയുടെ സ്കിൻ മുഴുവൻ ഇങ്ങനെ ഈ നമ്മുടെ സോക്സ് ഊരുന്ന ഊരി ഇങ്ങനെ സങ്കല്പിച്ചു. ആ സ്കിൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്.
ഇതനുസരിച്ച് ഇതല്ലേ ഈ മരത്തിന്റെ തൊലി എന്ന് പറയുന്ന ഭാഗമല്ലേ അപ്പൊ അതിനെന്ത് വിളിക്കുന്നു? ദാറ്റ് ഈസ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഇവിടെ സ്കിൻ അല്ലേ എന്റെ എപ്പിഡെർമിസ്. ശരിയാണ്. അത് കഴിഞ്ഞാൽ ബോൺ യൂരിയെടുത്ത് സങ്കല്പിക്കും. ബോൺ അതാണ് എന്താണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. അതുകൂടാതെ ബാക്കി എന്തെല്ലാം ഉണ്ട്? ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും പേരാണ് ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. അപ്പൊ എന്റെ കൈ 3 ഉള്ളൂ. എക്സാമ്പിൾ പറയുന്നത് അതുപോലെയുള്ള ചെടിയിൽ ഏറ്റവും പുറമെ സ്കിൻ ആണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അത് പ്രൊട്ടക്ട് ചെയ്യുന്നു. സ്കിൻ ദാറ്റ്സ് പ്രൊട്ടക്ടിങ് ദ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചർ. ഇത് ഇലയ്ക്കുണ്ടോ? ഉണ്ട്. ഫ്ലവറിനുണ്ടോ? ഉണ്ട്. ഫ്രൂട്ടിനുണ്ടോ? ഉണ്ട്. എല്ലാത്തിനും ഉണ്ട് സ്കിൻ. എവിടെയൊക്കെ സ്കിൻ ഉണ്ടോ അതിന്റെ ജോലി ഒന്നുമില്ല. പ്രൊട്ടക്ടിങ് ദ ഇന്റേണൽ സ്ട്രക്ചർ. അങ്ങനെ വരുമ്പോൾ what is epidermal tissue system? It is the outermost protective layer of plant body. Then what is vascular tissue system? It includes xylem and phloem. They are intended to conduct water and mineral materials or prepared food material. Conduction നടത്തുന്ന ആശാമാരുന്നത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. അത് കൂടാതെ വരുന്ന ബാക്കി എല്ലാ ടിഷ്യൂസിനും ചേർത്ത് കൊടുക്കുന്നവരാണ് ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. So what is fundamental tissue system? It's a tissue system in the plant body other than epidermal tissue system and വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. രണ്ടു ഒഴികെ ഇപ്പം എ ബി സി 3 ഉണ്ട്. വാട്ട് ഈസ് സി? എ ബി ഒഴികെയുള്ള സി ആണ് പറഞ്ഞൂടെ. അതുപോലെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റവും വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ഒഴികെ ബാക്കി വരുന്ന എല്ലാം കൂടെ വിളിക്കുന്നവരാണ് ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. അത് എന്തൊക്കെ വരാം? കോർട്ടക്സ് വരാം, എൻഡോഡെർമിസ് വരാം, പെരിസൈക്കിൾ വരാം, പിത്ത് അഥവാ മിഡിൽ വരാം, പിന്നെ മിഡിൽ റേ അഥവാ പിത്ത് റേസ് വരാം. ഇപ്പൊ മിഡിൽ റേ എന്ന് പറഞ്ഞ എന്തുകൊണ്ട് സൂര്യൻ ഇതാണെങ്കിൽ ഇത് സൂര്യന്റെ റേസ് അല്ല. അത് ഇതാണ് പിത്തെങ്കിൽ അതിൽ പോകുന്ന റേസ് അല്ലേ കണ്ടോ? ഇങ്ങനെ പോകല്ല. അതുകൊണ്ട് ആ പിത്ത് റേസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് പിത്ത് അതിൽ പോകുന്ന റേസ് ആണ്. അതുകൊണ്ട് പിത്ത് റേസ് ഉണ്ട്. So what are 3 tissue systems in plant? Epidermal tissue system, vascular tissue system and fundamental tissue system. Vascular tissue system compound ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവും. ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം compound ഏതൊക്കെയാണ്? അത് കോർട്ടക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, പിത്ത് റേസ്. ഒന്ന് രണ്ട് സാധനങ്ങൾ റൂട്ടിൽ വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ വരും. പിത്ത് റേസിലാണ് വേറെ പേരൊക്കെ കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്നൊക്കെ പറയും. അന്ന് പേര് സംഭവം തന്നെ. അപ്പൊ ഓരോരോ ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കും. ശരിയല്ലേ? ആദ്യം നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്താണ് പഠിക്കാം. അപ്പൊ എന്താ ഉത്തരം? എന്താണ് അതിന്റെ ഡെഫിനിഷൻ? ഇതൊക്കെ വായിക്കണം. അത് വരച്ചു വെച്ചോളെ. ആദ്യം എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എന്താണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം? എന്താണ് ഡെഫിനിഷൻ? ഇറ്റ് ഈസ് എ ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ പ്ലാന്റ് ബോഡി. വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? പ്രൊട്ടക്ടിങ് ദ ഇന്റേണൽ സ്ട്രക്ചർ. ഇപ്പൊ എന്റെ സ്കിന്നിന്റെ ജോലി എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊട്ടക്ടിങ് ദ ഇന്റേണൽ ടിഷ്യൂ. ആൾസോ പ്രിവെന്റിംഗ് ദ എൻട്രി ഓഫ് പാത്തോജൻ. അല്ലെ? എന്റെ സ്കിന്നിലൂടെ പാത്തോജൻ കിടക്കാൻ നോക്കും. ആൾസോ പ്രിവെന്റിംഗ് ദ ലോസ് ഓഫ് വാട്ടർ. ചെടിയിൽ ഇതൊക്കെ തന്നെ ചെയ്യുന്നത് അല്ലെ? പുറമെയുള്ള സ്കിൻ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് കീടാണുകൾ കടക്കാതെ തടയുന്നു, പുറത്തേക്ക് ജലവും മറ്റും പോകാതെ തടയുന്നു. അല്ലെ? പ്രൊട്ടക്ടിങ്. അതാണ് എന്റെ ഫംഗ്ഷൻ. അത്രത്തോളം പഠിച്ചാലും കുഴപ്പമില്ല. വാട്ട് ഈസ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം? This outermost protective layer of plant body. This present both in root, stem, leaf, flower. എവിടെയൊക്കെ ശരീരഭാഗം പ്ലാന്റിനുണ്ടോ അതിനെല്ലാം പൊതിയുന്ന ഏറ്റവും പുറമെയുള്ള ലെയറാണ് എന്ത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. കമ്പോണൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കമ്പോണന്റ് നോക്കാം. ഇനി ഇത്ര ഭാഗം ഒന്ന് മാറ്റി വരയ്ക്കാം. ഇത്ര ഭാഗം ഞാൻ വലുതായിട്ട് വരയ്ക്കാം. ഭാഗം മാറ്റി വരച്ചാൽ ചുരുങ്ങിലായിരിക്കും. ഇതാണ് എന്റെ അകത്തോട്ട് ടിഷ്യൂസ് ഒക്കെ കൊണ്ടുവേണ്ടത്. പക്ഷെ നേരത്തെ ഒരു വലിയ കോശം അതാണ്. This outermost protective layer made up of a uniciliate layer of cell. Uniciliate ഒരു വരി കോശം. സ്കിന്നൊക്കെ ഒരു വരി കോശം കൊണ്ടാണ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എപ്പിത്തീലിയൽ സെൽസ്. അതുപോലെ ഒരു വരി കോശം കൊണ്ടാണ് പ്ലാന്റിൽ എപ്പിഡെർമിസ് നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ അതിന് വേറെ കമ്പോണൻസ് ഒക്കെ നോക്കൂ. ചിലയിടത്തായിട്ട് ഇങ്ങനെ എപ്പിഡെർമൽ ഹെയറുകൾ കാണുന്നുണ്ട്. എപ്പിഡെർമൽ ഹെയർ പ്ലാന്റ് ചിലപ്പോൾ യൂണിസെല്ലാർ ആയിരിക്കും, ചിലപ്പോൾ മൾട്ടി സെല്ലാർ ആയിരിക്കും. എപ്പിഡെർമൽ ഹെയർ. പിന്നെ അതിന് പുറമെയായിട്ട് നേരത്തെ ഒരു വാക്സ് പോലെ കാണുന്നതാണ്. അതിന് ക്യൂട്ടിക്കിൾ എന്നാണ്. ക്യൂട്ടിക്കിൾ. അപ്പോൾ ഈ പുറമെയുള്ള ഈ വലിയ വിളിക്കുന്നത് എപ്പിഡെർമിസ്. ആ യൂണിസീറ്റ് ലെയർ ഓഫ് ടിഷ്യൂ വിളിക്കാണ് എപ്പിഡെർമിസ്. അതിനകത്ത് കാണപ്പെടുന്ന എപ്പിഡെർമൽ ഹെയർ.
നിങ്ങളുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലും വെച്ചാൽ രോമങ്ങളില്ലേ ഉണ്ട്, സ്കിന്നിന്റെ അകത്ത് എണ്ണമയം ഉണ്ടോ ഉണ്ട്, അതൊക്കെയാണ് ഈ വരച്ചത്. സ്കിന്നിന്റെ അവിടെ ഉണ്ട്, അതാണ് ഇവിടുത്തെ എപ്പിഡെർമിസ്. അതിന് പുറത്ത് രോമം ഉണ്ടാവും, ചെടിക്ക് വരുമ്പോൾ എപ്പിഡെർമൽ ഹെയർ ആയി ഒരു എണ്ണമയം ഉണ്ട് അല്ലെ. നമ്മളതിനെ വിളിക്കുന്നത് എന്താണ്, അത് മ്യൂക്കസോ അങ്ങനെയാണ് വിളിക്കും. ഇവിടെ എന്താണ് ഇത്, ഇവിടെ വിളിക്കുക ക്യൂട്ടിക്കിൾ എന്നാണ്. ക്യൂട്ടിൻ എന്നൊരു പ്രത്യേക വസ്തു ഉണ്ടെന്നുണ്ട്, അതുകൊണ്ട് ക്യൂട്ടിക്കിൾ എന്നത് ചേമ്പിന്റെ ഇലയിൽ വെള്ളം ഒഴിച്ചാൽ നനയാതെ ഓടി കിടക്കത്തില്ലേ, അത് തിക്കി ക്യൂട്ടിക്കുകളാണ്. അതിന് ബ്ലൂം എന്നൊക്കെ വിളിക്കും, ബ്ലൂം. അത് പിന്നെ പഠിച്ചോളാം. അപ്പൊ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനകത്തുള്ള 3 കമ്പൗണ്ട് ആവുന്നത് എപ്പിഡെർമിസ് എന്താണ്, യൂണിസീരി ലെയർ ഓഫ് ഡംബൽ ഷേപ്പ്. എന്താ ഡംബൽ, ഡംബൽ ചെണ്ട പോലെയിരിക്കുന്ന സാധനമാണ് ഡംബൽ ഷേപ്പ് സെൽ. ഓരോ സെല്ലും ഒരു വരി കോശം മാത്രമല്ല, യൂണിസീരി ലെയർ ഓഫ് dumbbell shaped cells, and at certain cells there are unicellular or multicellular projections called epidermal hair. Epidermal hair trichome എന്നൊരു പേരുണ്ട്, പഠിച്ചോണം. Trichome. Epidermal hair is also called as trichome. പിന്നെ there is a waxy covering outermost the outer side of the epidermis ആണ്. അതിന്റെ ഔട്ടർ സൈഡ് ആണ്, ഇന്ന സൈഡിലല്ല, നമ്മുടെ സ്കിന്നിന് പുറത്തല്ലേ. അതുപോലെ ഇത് പുറമേ കാണപ്പെടുന്ന waxy covering is called cuticle. Okay. ഇത് കൂടാതെ ഇതിനകത്ത് എന്താണെന്ന് പറയാം, there are certain openings, ചില ഓപ്പണിങ്ങൾ കൂടെ കാണാം. കണ്ടോ, there are certain openings. ഇവിടെ ചില ഓപ്പണിങ്ങുകളൊക്കെ കാണാം. ഇതാണ് ഓപ്പണിംഗ്. ആ ഓപ്പണിംഗ് എവിടെയാണ്, സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്, സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദ്വാരമില്ലേ അല്ലേ, അതെന്റെ കൈയാണോ ദ്വാരം? അല്ല, ഇങ്ങനെ വെച്ചത് കൊണ്ടുണ്ടായ ദ്വാരം അല്ലേ. ആ ദ്വാരത്തെ ഇങ്ങനെ 2 ഓപ്പണിംഗ് ഉള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിംഗാണ് എന്ത്, സ്റ്റൊമാറ്റൽ പോർ. ഇനി അതിന് കാരണമായ ഈ കിഡ്നി ഷേപ്ഡ് സെൽസ്, അതിന്റെ പേരാണ് ഗാർഡ് സെൽസ്. അതെന്തോ ആയിക്കോട്ടെ, മൊത്തത്തിൽ വരുന്നതാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ പിന്നെ പഠിക്കാനോ. അപ്പോ സ്റ്റൊമാറ്റ, എപ്പിഡെർമിസ്, ക്യൂട്ടിക്കിൾ, എപ്പിഡെർമൽ ഹെയർ, ഇത്രയും സാധനങ്ങളുണ്ട് അല്ലെ. അതിനെല്ലാം നമുക്ക് അക്കം ഇട്ട് കഴിഞ്ഞാൽ 1 എപ്പിഡെർമൽ ഹെയർ, 2 ക്യൂട്ടിക്കിൾ, 3 എപ്പിഡെർമിസ്, 4 സ്റ്റൊമാറ്റ. ഇതെല്ലാം ആരുടെ കമ്പോണന്റ് ആണ്, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ കമ്പോണന്റ് ആണ്. സോ വാട്ട് ആർ ദ 4 കമ്പോണന്റ്സ് ഓഫ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം? എപ്പിഡെർമിസ്, എപ്പിഡെർമൽ ഹെയർ അഥവാ ട്രൈക്കോം, ക്യൂട്ടിക്കിൾ ആൻഡ് സ്റ്റൊമാറ്റ. ഈ 4 ആരുടെ കമ്പോണന്റ്, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ കമ്പോണന്റ്. വാസ്കുലർ ടിഷ്യൂസിന്റെ കമ്പോണന്റ് ഏതാണ്, ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞു, സൈലോം ഫ്ലോറം, അല്ലെങ്കിൽ കുറിച്ച് പഠിക്കാം. അപ്പോൾ അതുപോലെ ഫണ്ടമെന്റൽ ടിഷ്യൂസിന്റെ കമ്പോണന്റ് ഏതൊക്കെയാണ്, ക്യൂട്ടിക്കിൾ, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, പിത്ത് അഥവാ പിത്തറ്, ഇതൊക്കെ ഇതുപോലെ എപ്പിഡെർമൽ ടിഷ്യൂസിനുണ്ട് കമ്പോണന്റ്സ്. അതാണ് എപ്പിഡെർമൽ ഹെയർ, ക്യൂട്ടിക്കിൾ, എപ്പിഡെർമിസ്, ദെൻ സ്റ്റൊമാറ്റ. ഇത്രയാണ് മനസ്സിലാക്കി. അപ്പോ what is epidermal tissue system? It is a outermost protective layer of plant body. What are its component? Epidermis. What is epidermis? It is a unicellular layer of dumbbell-shaped cells which is protecting the internal part. What are epidermal hair? They are unicellular or multicellular outgrowth from epidermis. Epidermis പുറത്തേക്കുള്ള നീണ്ടു കിടക്കുന്ന സ്ട്രക്ചർ ആണ്. സാധാരണ epidermal hair is also called as trichome. What is cuticle? It is a waxy covering found at the outer side of the epidermis. What is stomata? There is an opening found in the epidermis. അല്ലേ, stomata കുറിച്ച് ഞാൻ പറയും. So these are the components of epidermal tissue system. ഇനി what is the function of cuticle? നിങ്ങളിവിടുത്തെ എണ്ണമയം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ശരീരം ഉണങ്ങില്ല അല്ലേ. ഇപ്പൊ നിങ്ങൾ 2 പ്ലാവിൽ എടുത്ത് ഒന്ന് എണ്ണ പരട്ടി വെയിൽ തൂക്കും, മറ്റൊന്ന് എണ്ണ പരട്ടാതെ. ഏതാണ് പെട്ടെന്ന് ഉണങ്ങുന്നത്? എണ്ണ പരട്ടാതെ വെച്ച് പെട്ടെന്ന് ഉണങ്ങും. എണ്ണ എന്തിനെ തടയും? ജലാംശം പുറത്തേക്ക് പോകുന്നതിനെ തടയും. അതുപോലെ ഇവിടെയുള്ള ജലാംശം ആവിയെ പുറത്തേക്ക് പോകുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് പ്രിവെന്റിംഗ്
ലോസ് ഓഫ് വാട്ടർ ബൈ ട്രാൻസ്പിറേഷൻ. ക്യൂട്ടികളുടെ ഫംഗ്ഷൻ പറയാണ് ക്യൂട്ടികൾ പ്രിവെന്റിംഗ് ദ ലോസ് ഓഫ് വാട്ടർ ബൈ ട്രാൻസ്പിറേഷൻ. എന്താണ് ട്രാൻസ്പിറേഷൻ ആൻഡ് ഇവാപ്പറേഷൻ? രണ്ട് തരത്തിലുണ്ട്. ഇപ്പൊ ഇലയിൽ നിന്നും ജലം ആവിയായി പോകുന്നതിനെ വിളിക്കുന്നവരാണ് ട്രാൻസ്പിറേഷൻ. മനസ്സിലായില്ലേ? പക്ഷെ ഇലയിൽ നിന്നും ജലം ആവിയായി പോകുന്നത് കാറ്റയിലൂടെ ആണെങ്കിൽ അതിനെ ട്രാൻസ്പിറേഷൻ എന്നും, അല്ലാതെ അതിന് ചേർത്ത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇവാപ്പറേഷൻ എന്ന് വിളിക്കും. അപ്പൊ നോക്കൂ, ഇവിടെ ഒരു ദ്വാരമുണ്ട്. ഈ ദ്വാരത്തിലൂടെ പുറത്തു പോയാൽ അതിനെ ട്രാൻസ്പിറേഷൻ അഥവാ സബ്സ്റ്റൻസ് എന്നാണ് നമ്മൾ പഠിക്കും. ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ പ്ലാന്റ് ബോഡി ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ത്രൂ സ്റ്റൊമാറ്റ ഈസ് കാൾഡ് ട്രാൻസ്പിറേഷൻ. ഓക്കെ. എന്നാൽ ജലം ഇതിലേക്കൂടെ പോവാം. തുണി കഴുകി വെയിലത്തിട്ട് കഴിഞ്ഞാൽ ജലാംശം ഉണങ്ങി പോകുന്നില്ല. അതിനെന്ത് പറയുന്നത്? ഇവാപ്പറേഷൻ തന്നെ. അതുപോലെയാണ്. അങ്ങനെയുള്ള ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ ആര് സഹായിക്കും? ക്യൂട്ടികൾ സഹായിക്കും. സോ വാട്ട്സ് ദ ഫങ്ഷൻ ഓഫ് ക്യൂട്ടികൾ? ഇറ്റ് ഈസ് എ വാക്സി കവറിംഗ് പ്രൊട്ടക്ടിംഗ് ദ സ്ട്രക്ചർ ഓഫ്, അല്ലെങ്കിൽ പ്രൊട്ടക്ടിംഗ് ദ എപ്പിഡെർമിസ് which prevent the loss of water from the plant body in the form of evaporation. ട്രാൻസ്പിറേഷൻ അല്ല, ഇവാപ്പറേഷൻ. എന്ത് ട്രാൻസ്പിറേഷൻ? ട്രാൻസ്പിറേഷൻ നടക്കുന്നത് സ്റ്റൊമാറ്റിലൂടെ. അത് തടയാനുള്ള വഴി സ്റ്റൊമാറ്റിക് അറിയാം. അത് ഞാൻ പഠിപ്പിച്ചു പറയാം. അപ്പോൾ ഇവിടെ എന്താണ്? ക്യൂട്ടിക്കിൾ ഈസ് പ്രിവെന്റിംഗ് ദ ലോസ് ഓഫ് വാട്ടർ ബൈ ഇവാപ്പറേഷൻ. രണ്ട്, ഇറ്റ് ഈസ് പ്രിവെന്റിംഗ് ദ എൻട്രി ഓഫ് പാത്തോജൻ. കണ്ടോ, പാത്തോജനൊക്കെ വന്നാൽ അകത്തോട്ട് കടന്ന് തടയും. നിങ്ങളുടെ സ്കിന്നും അതുപോലെയാണ്. നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പാമ്പിന്റെ വിഷം എടുത്ത് കൈ പരട്ടിയത് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. കാരണം എന്താ? സ്കിൻ അകത്തോട്ട് കടത്തി വിടത്തില്ല. പക്ഷെ ഇവിടെ കൈ പരട്ടുമ്പോൾ മുറിവുണ്ടെങ്കിലോ അതകത്തോട്ട്. അതുപോലെയാണ്. So it is preventing the entry of pathogen in the plant body. Also it is preventing by the breaking by mechanical injury. Mechanical injury എന്ന് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ പേപ്പർ എടുത്ത് ഒരു 10 തവണ മടക്കി നോക്കി ചെയ്ത് ആ മടക്ക് നിറച്ച് ഒടിഞ്ഞു അല്ലേ? അത് മെക്കാനിക്കൽ ഇഞ്ചുറിയാണ്. അവർ ഇല കാറ്റത്തിന് ആടിക്കൊണ്ടിരിക്കുകയല്ലേ, എവിടെങ്കിലും വെച്ച് ഒടിഞ്ഞു വീഴുമോ? ഇല്ല. എത്ര കാലം ആടിയാലും ഇല ഇങ്ങനെ സ്റ്റഡിയായി നിൽക്കും. മനസ്സിലായി? പേപ്പർ വർഷങ്ങൾ ഉറപ്പിച്ച് വെച്ച് നാട്ടിൽ പോയി ഒടിഞ്ഞു. ഇതിന് ഒടിയത്തന്നെ. കാരണം എന്താണ്? ഈ വാക്സിൻ കവറിംഗ് ഉള്ളത് കൊണ്ട് അതിന് ഒരു എന്താ പറയുക, ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. അതർത്ഥം. എണ്ണ പരട്ടിയ പേപ്പർ പോലെ ഫ്ലെക്സിബിൾ ആകും. മനസ്സിലായി? നിങ്ങൾ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് അതിനകത്ത് ഒട്ടാതിരിക്കുന്നത് മാത്രമല്ല, അത് ചൂടിനെ റെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഇല്ല. ഇതുപോലെയൊക്കെ തന്നെ. സോ ക്യൂട്ടിക്കിളിനെ കുറിച്ച്, വാട്ട് ഈസ് ക്യൂട്ടിക്കിൾ? ഇറ്റ് ഈസ് എ വാക്സിൻ കവറിംഗ് ഫൗണ്ട് അറ്റ് ദ ഔട്ടർ സൈഡ് ഓഫ് ദ എപ്പിഡെർമിസ്. അടുത്ത ഫംഗ്ഷൻ is preventing the loss of water by evaporation. And preventing the entry of pathogen. Also it is preventing mechanical injury. എന്ന് പുസ്തകത്തിൽ കാര്യമായിട്ട് പറയുന്നില്ല, നമ്മൾ പഠിച്ചോ. അടുത്ത, what is epidermal hair? It is outgrowth of epidermis. It may be unicellular or multicellular, but it's other name trichome. What is the function? epidermal hair function. ഇതിപ്പോ ഒരു രോഗമുണ്ട്, അടുത്തായിട്ട് കുറെ രോഗമുണ്ടെങ്കിൽ ജലാംശം തങ്ങി നിൽക്കും അല്ലെ? ജലാംശം തങ്ങി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലനഷ്ടം കുറയും. So it is also preventing loss of water by transpiration and evaporation. രണ്ട് തരത്തിലുണ്ട്. ട്രാൻസ്പിറേഷൻ, ഇവാപ്പറേഷൻ വഴിയുള്ള ജലനഷ്ടം പരിഹരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നീട് ഫസ്റ്റ് ഇയറിൽ നിങ്ങള് മറ്റേ ജിംനോസ്മോ പഠിച്ചപ്പോൾ സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പഠിച്ചായിരുന്നു അല്ലേ? സ്റ്റൊമാറ്റ ഈ കുഴിക്കുള്ളിലായിരിക്കും. അങ്ങനെയുള്ള സങ്കൺ സ്റ്റൊമാറ്റയുടെ ചുറ്റുമായിട്ട് ഒരുപാട് രോമങ്ങളുള്ളത് കൊണ്ട് ജലനഷ്ടം കുറഞ്ഞിരിക്കും. അതാണ്. ഇപ്പൊ നിങ്ങളുടെ ശരീരത്ത് ഇപ്പം കരടിയുടെ ഒക്കെ പറക്കുന്ന ചൂടൊന്നും പുറത്തേക്ക് ഒരുപാട് പോവില്ല. കാരണം അതിന്റെ പുറത്ത് ധാരാളമായിട്ട് എന്തുണ്ട്? രോമങ്ങളുണ്ട് അല്ലെ? അതുപോലെ തന്നെ അതിന്റെ അകത്ത് ജലാംശം പുറത്തേക്ക് പോകത്തില്ല ആവിയായിട്ട്. കാരണം ആ രോമങ്ങൾക്കിടയിലുള്ള വായു ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. അത്ര ഉദ്ദേശിക്കുന്നു. രോമങ്ങൾക്കിടയിലുള്ള ഒരു വായു ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. അത് തന്നെ ധാരാളം എപ്പിഡെർമൽ ഹെയർ ഉണ്ടെങ്കിൽ ഇതൊരു ഇതിന്റെ ഇടയിലുള്ള വായു ഒരു ഇൻസുലേറ്റർ പ്രവർത്തിക്കും. അങ്ങനെ അത് ട്രാൻസ്പിറേഷൻ, ഇവാപ്പറേഷൻ തടയും എന്ന് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എപ്പിഡെർമൽ ഹെയർ ഇസ് എ യൂണിസെല്ലുലാർ ഓർ മൾട്ടിസെല്ലുലാർ ഔട്ട്ഗ്രോത്ത് ഓഫ് എപ്പിഡെർമിസ്. ഇറ്റ് ഈസ് പ്രിവെന്റിംഗ് ലോസ് ഓഫ് വാട്ടർ ബൈ ട്രാൻസ്പിറേഷൻ. ഇനി ഗ്ലാൻഡുലാർ എപ്പിഡെർമൽ ഹെയർ ഉണ്ട്. ഗ്ലാൻഡുലാർ എപ്പിഡെർമൽ ഹെയർ അതെന്താണെന്നറിയാമോ? അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നെപ്പന്തസ് എന്ന ചെടി, പിച്ചർ പ്ലാന്റ്. നെപ്പന്തസ് എന്ന പിച്ചർ പ്ലാന്റ്. ഇതിനകത്ത് ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുമെന്നും അതിനകത്തോട്ട് ഒരു കീടം വീണ് കഴിഞ്ഞാൽ അത് കിടന്ന് ചത്ത് പോകുമെന്നും പഠിച്ചു അല്ലേ? ചത്ത് കഴിഞ്ഞാൽ അത് അഴുകും. അഴുകണമെങ്കിൽ ആര് വേണം? എൻസൈം വേണം. ആരെ എൻസൈം ഉണ്ടാകുന്നത്? ഗ്ലാൻസ് ആണ്. ചെടിയിൽ ഗ്ലാൻഡ് ഉണ്ടോ? ഇല്ല. അങ്ങനെ ഇതിനകത്ത് ചില എപ്പിഡെർമൽ ഹെയറുകൾ കാണും, അതിന്റെ അറ്റത്ത് ഗ്ലാൻസ് കാണും. മനസ്സിലായോ? എപ്പിഡെർമൽ ഹെയറിന്റെ അറ്റത്ത് ഗ്ലാൻഡ് കാണും. അതുകൊണ്ടാണ് ഗ്ലാൻഡുലാർ എപ്പിഡെർമൽ ഹെയർ. ഇതൊക്കെ നോട്ടിനകത്ത് പുസ്തകത്തിനകത്ത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എടുത്ത് പറയാം.
ഇപ്പൊ രണ്ട് കാര്യത്തെ കുറിച്ച് പഠിച്ചു. എപ്പിഡെർമിസ് എന്താണെന്ന് പഠിച്ചു, ക്യൂട്ടിക്കിൾ എന്താണെന്ന് പഠിച്ചു, എപ്പിഡെർമിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അടുത്ത എന്താണ് സ്റ്റൊമാറ്റ. എന്താണ് സ്റ്റൊമാറ്റ? ഓപ്പണിംഗ് ഫൗണ്ട് ഇൻ ദ എപ്പിഡെർമിസ്. അത്ര മാത്രം പഠിച്ചത്. ഓപ്പണിംഗ് ഫൗണ്ട് ഇൻ ദ എപ്പിഡെർമിസ്. ഓക്കെ, ആ ഓപ്പണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അല്പം കൂടുതലായിട്ട് പറയാം. അപ്പൊ ഇതൊന്ന് വരച്ച് പഠിച്ചോണം. ഞാൻ ഈ സ്റ്റൊമാറ്റ മാത്രം മാറ്റി വരയ്ക്കാം. ഇതൊക്കെ വായിക്കാൻ പോകണം കേട്ടോ. ഞാൻ ഈ സ്റ്റൊമാറ്റോ മാത്രം ഇങ്ങോട്ട് മാറ്റി എടുക്കുവാണെങ്കിൽ ഇതെന്താ മനസ്സിലായാലും ക്യൂട്ടിക്കളാണ്. ഓക്കെ, നിങ്ങൾ മാറ്റി വെച്ചു. അപ്പൊ ഇതാണ് എന്ത് സ്റ്റൊമാറ്റൽ പോർ. ഗാർഡ് സെൽസ്. സ്റ്റൊമാറ്റൽ പോർ, ഗാർഡ് സെൽസ്. നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സെൽ. ഈ ഓപ്പണിംഗ് തുറക്കണോ അടയ്ക്കണോ തീരുമാനിക്കുന്ന ഇയാളാണ്. അതുകൊണ്ട് തന്നെ ഗാർഡ് സെൽ. ഇത് എപ്പിഡെർമിസ് ആണ്. ഇത് എപ്പിഡെർമിസ്, എപ്പിഡെർമൽ സെല്ലാണ്. ഇതും എപ്പിഡെർമൽ സെല്ലാണ്. ഈ സെല്ലിന്റെ പ്രത്യേകത എന്താണ്? ഈ സെല്ലാണ് ഗാർഡ് സെല്ലിനെ തൊട്ടിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് അതിന്റെ പേര് ഇറ്റ് ഈസ് കാൾഡ് സബ്സിഡറി സെൽ എന്ന് പറയും. ഇറ്റ് ഈസ് കാൾഡ് സബ്സിഡറി സെൽ. So what is subsidiary cell? A cell of the epidermis which touch the guard cell. Guard cell ne thottirikkunna epidermis cell vilikkunnathanu subsidiary cell. And all these structures including stomatal pore, then subsidiary cell and guard cell, it together is called stomatal aperture. എല്ലാം ചേർത്ത് വിളിക്കുന്നതാണ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ. ഏതൊക്കെയാണ് ഈ മൂന്നെണ്ണം? Stomata, guard cell and subsidiary cell together is called stomatal aperture. That is stomatal aperture. This is a functional unit. It includes guard cell, stomatal pore and subsidiary cell. It is together is called stomatal aperture. മനസ്സിലായല്ലോ? അങ്ങനെ പഠിച്ചോ. ഓക്കെ, അപ്പോ ഈ കിഡ്നി ഷേപ്ഡ് സെൽ അഥവാ ബീൻ ഷേപ്ഡ് സെൽ is called guard cell. അതിനെ തൊട്ടിരിക്കുന്ന എപ്പിഡെർമസ് സെൽ വിളിക്കുന്നവരാണ് സബ്സിഡിയറി സെൽ. ദെൻ ആ ഓപ്പണിങ്ങിനെ സ്റ്റൊമാറ്റൽ പോർ എന്ന് വിളിക്കുന്നത്. മൂന്നും കൂടെ ചേർത്ത് വിളിക്കുന്നവരാണ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ. ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. വാട്ട് ഈസ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ അത് പഠിച്ചോ, പരീക്ഷയ്ക്ക് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ള ഇതാണല്ലോ ഇപ്പൊ വരച്ചത് അല്ലെ. നമുക്ക് വേറെ തരത്തിൽ ഇത് വരച്ചു നോക്കാം. അതായത് ഞാൻ ഇല എടുത്തു. ഇത് ഇലയായി. ഇലയ്ക്ക് ഈ പുറമെ കാണുന്ന ഒരു എപ്പിഡെർമിസ് ആണ്. അതിന്റെ അടിയിൽ ഒരു എപ്പിഡെർമിസ് ഉണ്ട്. ഇപ്പൊ നോക്കി എന്റെ കൈ ഒരു ഇലയാണെങ്കിൽ അടിയിലൊരു സ്കിന്നുണ്ട്, മുകളിലൊരു സ്കിന്നില്ല. അതുപോലെ ഇലയ്ക്ക് മുകളിൽ ഒരു സ്കിന്നുണ്ട്, അടിയിലൊരു സ്കിന്നുണ്ട്. നിങ്ങൾക്ക് ഇലയ്ക്കൊക്കെ സ്കിന്നൊക്കെ ഉണ്ട്, പരന്നിരിക്കുവാനുണ്ട്. സ്കിന്നൊക്കെ യൂണിസ് അല്ലാതെ. അത് നിങ്ങൾ അറിയണമെങ്കിൽ ഇന്ന് ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ പുഞ്ചത്ത് ഇറങ്ങിയിട്ട് ഒരു ഈ മുളക് പൊടി ഉണ്ടല്ലോ, പെപ്പർ, കുരുമുളക്, അതിന്റെ ഇലകൾ രണ്ടായിട്ട് വലിച്ചും കീറിയാൽ ഞാൻ ഇല രണ്ടായിട്ട് വലിച്ചും കീറി നോക്കൂ. ഈ കീറിയ ഇടത്ത് ഇങ്ങനെ ഇങ്ങനെ വലിച്ചും കീറി അവിടെ നിങ്ങൾ നോക്കിയാൽ നേർത്ത പാട പോലെ കാണാം അല്ലേ. കണ്ടിട്ടുണ്ട്? അങ്ങനെ കാണുന്ന അതാണ് അതിന്റെ ഒരു എപ്പിഡെർമിസ് ആണ്. ആ നേർത്ത പാട പോലെ കാണുന്നത് എപ്പിഡെർമിസ്. എന്താ കാര്യം? അത് വെളുത്താണ് ഇരിക്കുന്നത്. കാരണം ഈ എപ്പിഡെർമിസിനകത്ത് ക്ലോറോഫിൽ ഇല്ല. എപ്പിഡെർമിസ് ക്ലോറോഫിൽ ഇല്ല. അതുകൊണ്ട് എപ്പിഡെർമിസ് നിറം എന്തായിരിക്കും? വെളുപ്പായിരിക്കും. ഇലയുടെ നിറം പച്ച. പക്ഷെ നിങ്ങൾ അതിന്റെ ആ പാട എടുത്ത വെളുവിളാന്നെ ഇരിക്കും. കാരണം അത് എന്തില്ല? ക്ലോറോപ്ലാസ്റ്റും ക്ലോറോഫിലും ഇല്ല. ആ പാട അല്പം നിങ്ങൾ മുറിച്ചെടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് ഇങ്ങനെ എന്ത് കാണാം? ഈ ഗാർഡ് സെൽസ് കാണാം. ഇങ്ങനെയുള്ള ഗാർഡ് സെൽസ് കാണാം. കണ്ടോ? സ്റ്റൊമാറ്റൽ കാണാം. പിന്നെ ബാക്കിയുള്ള സെൽസും ഇങ്ങനെ കാണാം. ഇതെല്ലാം സ്റ്റൊമാറ്റലാണ്. ഇതിന്റെ അല്പം പാട എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് ഇങ്ങനെ കാണാൻ കഴിയും.
മനസ്സിലായല്ലോ? അത് ഞാൻ തന്നെ വലുതായിട്ട് വരയ്ക്കാൻ പോകുന്നു. ഇങ്ങനെ കാണുന്ന ഭാഗം ദിസ് വ്യൂ, അതായത് ഇത് ക്രോസ് സെക്ഷന്റെ ഭാഗമാണ്. ഇത് അല്ലാതെ നമ്മൾ മുകളിൽ നോക്കുന്ന ഭാഗമാണ്. ഇതാണ് ഇങ്ങനെ ഒരു ഇല പിടിച്ചിങ്ങനെ നോക്കിയിട്ട് നോക്കിയാൽ അതിന്റെ സ്റ്റൊമാറ്റോ കാണുന്ന പോലെയാണ് വരയ്ക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഇത് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്, ഇത് ഗാർഡ് സെൽ. ഇത് അതിനാണ് കാണുന്നത് സക്സസീവ് സെൽ. കണ്ടോ? ഇത് മറ്റ് എപ്പിഡെർമൽ സെൽ. ശരിയല്ലേ? നമ്മൾ കുറുകെ പിടിച്ചപ്പോ കണ്ടാൽ നേരത്തെ വലിച്ചത്, ഇത് മേളിൽ നോക്കുകയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ നിങ്ങൾ ഒരു വീട് ഇങ്ങനെ കാണും അല്ലെ? പക്ഷെ ഹെലികോപ്റ്റർ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ കാണുന്നത്? ഈ വീട് മേളിൽ താഴോട്ട് പോയി വീട് ഇങ്ങനെ കാണുന്നത് അല്ലെ? ഇങ്ങനെയല്ലേ കാണുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ അതിന് മേൽക്കൂരാത്ത കാണുന്നത് ആ ഒരു വ്യൂ ആണ്. മനസ്സിലായി? ഓക്കെ, അപ്പൊ ഞാൻ ലേബൽ ചെയ്യാൻ പോവാണ്. ഇത് സ്റ്റൊമാറ്റൽ കോർ, ഇത് സബ്സക്രീവ് സെൽ, ഇത് ഗാർഡ് സെൽ അല്ലേ? ഇതൊക്കെ സാധാ എപ്പിഡെർമൽ സെൽ. ഇത് ഇത് ഡൈക്കോട്ട് പ്ലാന്റിന്റെയാണ്. ദിസ് ഈസ് ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്. മോണോകോട്ടിൽ ഇങ്ങനെയല്ല, മോണോകോട്ടിൽ ഇങ്ങനെയായിരുന്നു കാണപ്പെടുക. കണ്ടോ? മോണോകോട്ടിൽ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. പുസ്തകത്തിലെ പഠനം ഇൻസൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ രണ്ട് വ്യത്യാസമുണ്ട്. നോക്കി, ഇവിടുത്തെ ഗാർഡ്സിന്റെ ഷേപ്പ് എന്താ നോക്കി, ദിസ് ഇസ് ബീൻ ഷേപ്പ് ആണ്, ബീൻ. പക്ഷെ ഇവിടുത്തെ ഗാർഡ്സിന്റെ ഷേപ്പ് ഉണ്ട് ഡംബൽ ഷേപ്പാണ്, ഡംബൽ. ഡംബൽ ഷേപ്പാണ്, ബീൻ ഷേപ്പ് അല്ല, ഡംബൽ ഷേപ്പാണ്. ഈ ഒരു വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ തിക്കനസ്, ഓപ്പണിംഗിന്റെ അവിടെ മാത്രമേ തിക്കനസ് ഉള്ളൂ. പക്ഷെ ഇവിടെ രണ്ടിടത്തും തിക്കനസ്, ഓപ്പണിംഗിന്റെ അവിടെയുണ്ട്, അതിന്റെ ഇരുവശങ്ങളിലുണ്ട്. So this is a difference. Okay, so what is the difference between ഇത് എന്താണ്? ഇത് മോണോകോട്ടാണ്. ഇത് മോണോകോട്ട് സ്റ്റൊമാറ്റ, ഇത് ഡൈക്കോട്ട് സ്റ്റൊമാറ്റ. ഇൻസൈറ്റ് പടങ്ങൾ കണ്ടാ നോക്കി ഭംഗിയായിട്ട് പഠിച്ചോണം. എന്താണ് വ്യത്യാസം? മോണോകോട്ട് ഡൈക്കോട്ട് സ്റ്റൊമാറ്റ വ്യത്യാസം. ഒന്ന്, in dicot stomata guard cell is bean shaped, but in monocot it is dumbbell shaped. അടുത്തത്, in dicot stomata there is only thickness at the opening end only, or the guard cell contain thickness towards the opening only, but here the guard cell contain thickness at both the sides. ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ രണ്ടിലുള്ള സിമിലാരിറ്റി അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. So this is a difference. So this is the difference between dicot stomata and monocot stomata. അത് നിങ്ങൾ എഴുതി പഠിക്കണം. ഒരു ചാർട്ട് തന്നെ ഉണ്ടാകണം. ഇട്ട് കാണിക്കാൻ എങ്കിലും പറയാം, നിങ്ങൾ ചാർട്ട് ഉണ്ടാകും. തീർച്ചയായിട്ടും ഞാൻ കാര്യം പറയാം. അപ്പൊ നമ്മളിപ്പോ തന്നെ എന്ത് പഠിച്ചു? എപ്പിഡെർമിസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ് പഠിച്ചത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, അതിന്റെ കമ്പോണൻസ് എപ്പിഡെർമിസ്, എപ്പിഡെർമൽ ഹെയർ, ക്യൂട്ടിക്കിൾ ആൻഡ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങിന് തൊട്ടിരിക്കുന്ന തുറക്കാൻ അടയ്ക്കാൻ സാധിക്കുന്ന സെല്ലുകളാണ് ഗാർഡ് സെൽസ്. ഗാർഡ് സെല്ലിൽ മോണോകോട്ട് ഡൈക്കോട്ട് വ്യത്യാസമുണ്ട്. ഡൈക്കോട്ട് ആണെങ്കിൽ ബീൻ ഷേപ്പ് ആയിരിക്കും, മോണോകോട്ട് ആണെങ്കിൽ ഡംബൽ ഷേപ്പ് ആയിരിക്കും. ഡൈക്കോട്ടിന്റെ ബീൻ ഷേപ്പ് ഗാർഡ് സെല്ലിന്റെ ഓപ്പണിംഗ് അടുത്തോട്ട് മാത്രമേ തിക്നെസ് ഉള്ളൂ, എന്നാൽ മോണോകോട്ട് ആണെങ്കിൽ ഇരുവശങ്ങളിലും ഉണ്ടായിരിക്കും. പിന്നെ എപ്പിഡെർമൽ സെൽ ദാറ്റ് ഈസ് ടച്ചിങ് ദ ഗാർഡ് സെൽ ഇസ് കോൾഡ് സബ്സർഫീസ് സെൽ. ബോത്ത് ദ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ആൻഡ് stomatal pore, and both the stomatal pore and guard cell along with the substance cell is called stomatal aperture. പിന്നെ ക്യൂട്ടുകൾ എന്താണ് ഫംഗ്ഷൻ എന്നാണ് വിളിച്ചു, എപ്പോഴും ഹെയർ എന്താണ് ഫംഗ്ഷൻ എന്നാണ് വിളിച്ചു അല്ലെ. സോ ദീസ് ആർ ദ കമ്പോണൻസ്, അല്ലെങ്കിൽ ദീസ് ആർ ദ ഡീറ്റെയിൽസ് അബൌട്ട് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അടുത്ത ടിഷ്യൂ സിസ്റ്റം എന്താണ്? ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. വാട്ട് ഈസ് ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം? All the tissue other than epidermal tissue system and vascular tissue system is called fundamental tissue system. What are the components? Cortex, epidermis, pericycle, pith and pith rays. അതിനെ കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. തൽക്കാലം ഒന്നും പറയുന്നില്ല. പ്ലാന്റിലെ ഇലയിലേക്ക് പോകുമ്പോൾ
ഈ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം അത് മീസോഫിലാണ്, അത് നമ്മൾ പഠിക്കും. ഇതിലേക്ക് പോകുമ്പോൾ അത് മീസോഫിലായിട്ട് വരും. അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വായിക്കാണ്, ഞാൻ ഇൻസൈറ്റ് ഇട്ട പടം. ഈ 2 പടങ്ങൾ ഇതുപോലെ നിങ്ങൾ വരച്ച് ബുക്കിൽ വയ്ക്കണം. ഇത് ലേബിൽ ചെയ്ത് പഠിക്കുകയും വേണം. ഇത് സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്നതിന് നമ്മളെ കമ്പാരിറ്റീവ് സ്റ്റഡീസിൽ ചോദിക്കുന്നതാണ്. ഇതൊരു ചാർട്ട് തയ്യാറാക്കുകയും വേണം. ഡൈക്കോട്ട് സ്റ്റൊമാറ്റോ മോണോക്കോട്ട് സ്റ്റൊമാറ്റോ തമ്മിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊരു ചെറിയ ചാർട്ട് തയ്യാറാക്കി വേണമെങ്കിൽ പടങ്ങൾ വരച്ച് പഠിക്കുകയും വേണം. അത് വളരെ നിർബന്ധമാണ്. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയയാണ്. ഇതിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡൈക്കോട്ട് സ്റ്റൊമാറ്റയും താഴെ കൊടുത്തിരിക്കുന്നത് മോണോക്കോട്ട് സ്റ്റൊമാറ്റയാണ്. ആ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേണം വരയ്ക്കാൻ. അതിനകത്ത് ഹെഡിങ് ഇല്ല, ഇങ്ങോട്ട് വരച്ചു വേണം. ഓക്കെ, വരച്ചെടുത്തോ. ഇത് ഇല. ഓക്കെ, ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുക്കാൻ സങ്കല്പിക്കൂ. ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് എങ്ങനെ ഇരിക്കും? ഞാൻ വരച്ചാൽ ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ മനസ്സിലായി. ഇങ്ങനെ ക്രോസ് സെക്ഷൻ ഒരു ഐഡിയ കിട്ടിയോ? എങ്ങനെ എന്താണെന്ന് മനസ്സിലായി. ഒരു മീൻ ഇങ്ങനെ മുറിച്ച് ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ പറയണം ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭാഗത്തോട് വരച്ചാൽ മനസ്സിലാവല്ലേ? ഇപ്പൊ മനസ്സിലായത് എന്തുവാ? ഇതിന്റെ കുറുകെയുള്ള ഭാഗം മുള്ളു അല്ലേ? അതേപോലെ ഭാഗം ഞാൻ വരച്ചു. അത് ഇത്ര ഭാഗം ഞാൻ എല്ലാം ചെയ്യുന്ന സങ്കല്പിച്ചോളൂ. ഇത്ര ഭാഗം ഞാൻ എല്ലാം ചെയ്യുന്ന സങ്കല്പിച്ചോളൂ. അപ്പൊ നമുക്ക് മുകളിലൊരു സ്കിൻ, താഴെ ഒരു സ്കിൻ അല്ലേ? നടുക്കാട്ട് അതിന്റെ ഒരു ഞരമ്പ് പോകുന്നത് വാസ്കുലർ ബണ്ടിലൊക്കെ പോകുന്ന ഭാഗമാണ്. അപ്പൊ ഇത് അപ്പർ എപ്പിഡെർമിസ്, ഇത് ലോവർ എപ്പിഡെർമിസ്. നമ്മൾ പിന്നെ പഠിക്കും, അതുകൊണ്ട് കൂടി പറയട്ടെ. ഇടയ്ക്കുള്ള ഈ ടിഷ്യൂനെ വിളിക്കാൻ വരാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. ഇതിന്റെ മീസോഫിൽ എന്നാണ് വിളിക്കുന്നത്. മീസോഫിൽ. മീസോഫിൽ ഞാൻ ഇൻസൈറ്റ് ആ പടോട്ട് കാണിക്കുന്നത് ഇലയുടെ പടം. അത് പിന്നെ വിശദമായി പഠിക്കുന്ന പറയുന്നില്ല. അപ്പോൾ മുകളിലുള്ള സ്കിൻ, താഴെയുള്ള സ്കിൻ, ഇടയ്ക്കുള്ള ഭാഗമാണ് മീസോഫിൽ. അത് ചെടിയുടെ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റമാണ്, ഇലയുടെ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. മനസ്സിലായി? അപ്പൊ സ്റ്റെമ്മിന്റെ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം ആണ് ഇതൊക്കെ. കോർട്ടക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, വിത്ത് മിഡിലറയൊക്കെ. എന്നാൽ ഇലയുടെ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം എന്താണ്? മീസോഫിൽ. മനസ്സിലായി? ഇപ്പൊ എന്റെ കൈ മുകളിലൊരു സ്കിൻ ഉണ്ട്, താഴെയുള്ള സ്കിൻ ഉണ്ട്, ഇടയ്ക്കുള്ള ഭാഗമല്ലേ? കുറുകെ മുറിച്ചല്ല പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ പഠിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. നെക്സ്റ്റ് വൺ ഈസ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. എന്താണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇൻക്ലൂഡ് ഫ്ലോയം ആൻഡ് സൈലം അല്ലെ? സൈലം ഫ്ലോ ഉൾപ്പെടുന്നതാണ് വാസ്കുലർ ടിഷ്യൂ. ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നത് വെച്ചാൽ ഇതാണ്. ഇത് ഫ്ലോയം, ഇത് സൈലം. Xylem phloem. So it includes what is fundamental, what is vascular tissue system? It includes conductive tissues such as xylem and phloem. അല്ലേ? xylem phloem ഉൾപ്പെടുന്ന ഒരു കണ്ടക്റ്റീവ് ടിഷ്യൂ സിസ്റ്റം തന്നെയാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. നിങ്ങൾ നോക്കിയേ, കുറുകെ കുറിച്ചപ്പോൾ ഇങ്ങനെ കാണുന്നെങ്കിൽ താഴോട്ട് കാണുമല്ലേ? നിങ്ങൾ താഴോട്ടുള്ള കുറുകെ കുറിച്ചപ്പോൾ കണ്ടത്. നിങ്ങൾ നോക്കുന്നത് ഒരു സിമെന്റ് തൂണ് കുറുകെ കുറിച്ചപ്പോ ഇവിടെ 5-6 കമ്പിയുടെ അറ്റം കണ്ടു. സിമെന്റ് തൂണ് കുറുകെ കുറിച്ച് 5-6 കമ്പിയുടെ അറ്റം. അതിന്റെ അർത്ഥം കമ്പി താഴോട്ടുണ്ടെന്നല്ലേ? അതുകൊണ്ടല്ലേ മുറിച്ചോ കിട്ടിയത്. അതുപോലെ ഇങ്ങനെ താഴോട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫണ്ടമെന്റൽ ഈ വാസ്കുലർ ടിഷ്യൂസിന്റെ സൈലം ഫ്ലോ എങ്ങനെയാണെങ്കിൽ അതിന് പല ക്രമീകരണമുണ്ട്. ചിലപ്പോൾ നോക്കൂ, സൈലം ഫ്ലോ എങ്ങനെയാണ് അത് നോക്കൂ. ഈ നടുക്കുന്നൊരു വര വരച്ചാൽ, ഇത് ഒരു വൃത്തമാണല്ലോ, നടുക്കുന്നൊരു വര വരച്ചാൽ രണ്ടും ഒരേ റേഡിയസിലല്ലേ അല്ലേ? മാത്രമല്ല സൈലം ഫ്ലോ ഒന്നിച്ചല്ലേ ഇരിക്കുന്നത്, വെവ്വേറെയാണോ? അല്ല. അതുകൊണ്ട് ഈ അവസ്ഥ ഇങ്ങനെയാണ് കൺജോയിന്റ് കൊളാറ്ററൽ. കൺജോയിന്റ് കൊളാറ്ററൽ വാസ്കുലാർ ബണ്ടിൽ. ഇതാണ് കൺജോയിന്റ് കൊളാറ്ററൽ വാസ്കുലാർ ബണ്ടിൽ. When xylem and phloem are seen together and they are arranged the same radius. ആണ് ഒരേ റേഡിയസിലാണ് നടുക്കുന്ന വരയ്ക്കുന്ന വരയാണല്ലോ റേഡിയസ്. അതിന്റെ ഒരേ റേഡിയസിൽ തന്നെയാണ് സൈലം ഫ്ലോ. ഇങ്ങോട്ട് വരയ്ക്കും സൈലം ഫ്ലോ ഒരേ റേഡിയസ്, ഇങ്ങോട്ട് വരയ്ക്കും ഒരേ റേഡിയസ്, ഇങ്ങോട്ട് വരയ്ക്കും ഒരേ റേഡിയസ്. ഈ xylem and phloem is found in the same radius. It is called conjoint collateral vascular bundle. മനസ്സിലായി? അതിൽ തന്നെ ചില വാസ്കുലർ ബണ്ടിനകത്ത് കൺജോയിന്റ് കൊളാറ്ററൽ വാസ്കുലർ ബണ്ടിൽ തന്നെ ഇത് ഫ്ലോയം, ഇത് സൈലം, ഇടയ്ക്ക് കാമ്പിയം എന്നൊരു ടിഷ്യൂ ആണ്. ഇത് കാമ്പിയം, ഒരു മെൻസുവൽ ടിഷ്യൂ നമ്മൾ പിന്നെ പഠിക്കും. അപ്പോ കൺജോയിന്റ് കൊളാറ്ററൽ വാസ്കുലർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ബോത്ത് സൈലം ആൻഡ് ഫ്ലോയം സീൻ ടുഗദർ
and arrange the same radius and ഒരേ radius ആണ് is called conjoint collateral vascular bundle. അതിൽ cambium xylitol ഫ്ലോയ്ക്ക് ഇടത്തുണ്ടെങ്കിൽ അതിന് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ cambium ഉണ്ടോ ഇല്ല, so it is called closed vascular bundle. xylitol ഫ്ലോയ്ക്കിലൂടെയൊക്കെ cambium ഉണ്ടെങ്കിൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ, cambium ഇല്ലെങ്കിൽ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. ഇത് രണ്ടും സ്റ്റെമ്മിന്റെ ക്യാരക്ടറാണ്. സ്റ്റെമ്മിൽ മാത്രമേ ഇങ്ങനെ കാണത്തുള്ളൂ. കൺജോയിന്റ് കൊളാറ്റർ എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ ക്യാരക്ടറാണ്. അത് ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ക്യാരക്ടറാണ്. ഇത് മോണോകോട്ട് സ്റ്റെമ്മിന്റെ ക്യാരക്ടറാണ്. ഇപ്പോഴേക്കും പറയുക, ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ സ്വഭാവമാണ്, ഇത് മോണോകോട്ട് സ്റ്റെമ്മിന്റെ സ്വഭാവമാണ്. ഇത് രണ്ടും ആടകമാണ്, സ്റ്റെമ്മിന്റെ സ്വഭാവമാണ്. വാട്ട് ഈസ് conjoint collateral means both the xylem and phloem is seen as a single bundle and where they are arranged in the same radius. ഒരേ റേഡിയസിൽ തന്നെ കാണുവാണെങ്കിൽ അതിനാണ് conjoint collateral. And if cambium is in between phloem and xylem, it is called the open vascular bundle. It is a character of dichotism. And if cambium is absent in between xylem, it is called closed vascular bundle. It is a character of monocotism. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിഷയം തിരിഞ്ഞു. ഓപ്പൺ എന്ന് പറഞ്ഞാൽ cambium ഉണ്ടോ ഇല്ലയോ, ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ cambium ഉണ്ടോ ഇല്ലയോ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ പരീക്ഷ ആവുമ്പോഴത്തേക്ക് അയ്യോ cambium ഉണ്ടെങ്കിലാണോ ഓപ്പൺ അല്ലെങ്കിലാണോ ഓപ്പൺ ഒരു കൺഫ്യൂഷൻ വരത്തില്ലേ? അവർ എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് പോവാണ്, വീട്ടിൽ ആളുണ്ടോ ഇല്ലയോ എന്ന് പുറത്ത് റോഡിൽ നോക്കിയാൽ അറിയാം അല്ലേ? എങ്ങനെ അറിയാം? നിങ്ങൾ ഗേറ്റൊക്കെ പൂട്ടിയിട്ടേ പറയാം. ഗേറ്റൊക്കെ ഇപ്പോഴാണ് വീട്ടിലൊക്കെ പറഞ്ഞത്, ഗേറ്റൊന്നും ഇല്ല. വീട്ടിൽ ആളുണ്ടെങ്കിൽ കഥവും തോന്നട്ടെ അല്ലെ? കഥ ഇപ്പൊ തുറന്ന് കള്ളം കയറും. ജനലെങ്കിലും തുറന്നിട്ടേ പോലും. അപ്പൊ എന്തെങ്കിലും ജനലെങ്കിലും തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അകത്ത് ആളുണ്ട്. അപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഓപ്പൺ ആണെങ്കിൽ അകത്ത് ആളുണ്ട് അല്ലേ? cambium ഉണ്ടെങ്കിൽ ഓപ്പൺ കണ്ടോ, തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ cambium ഉണ്ടതുകൊണ്ടാണ് തുറന്നിട്ടിരിക്കുന്നത് അർത്ഥം വിളിച്ചോളൂ. അപ്പൊ മനസ്സിലായില്ലല്ലോ. അപ്പൊ ഓപ്പൺ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? cambium പ്രസന്റ്, അടച്ചിട്ടില്ല, ആരും ഇല്ല, cambium ഇല്ല, ക്ലോസ്ഡ്. അങ്ങനെ എഴുതിച്ചൂടെ? അപ്പൊ ഓർത്ത് വെച്ചേക്കുക. if cambium is present is called open vascular bundle, cambium is absent is called closed vascular bundle. ഇതാണ് കിടക്കാന്ന് പറഞ്ഞു സ്റ്റെം. ഓക്കെ, ഇനി വേറെ കണ്ടീഷൻ അത് നോക്കാം. ഞാൻ വായിക്കാം. ഞാൻ റൂട്ടാണ് എടുക്കുന്നത്. ചെടിയുടെ റൂട്ടിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയെടുക്കുന്നത്. ഇതെല്ലാം എടുത്താൽ ട്യൂബിലായിട്ട് കാണും, പറയേണ്ട കാര്യമില്ല. അതിനകത്ത് സൈലം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ വരയ്ക്കുന്ന ഡയഗ്രാമാറ്റിക് ഫിഗറാണ്. ഫ്ലോയം ഇങ്ങോട്ട് മാറിയായിരിക്കണം, ഇതാണ് പ്രോബ്ലം. സൈലം വേറെ ഫ്ലോയം വേറെ, രണ്ടായിട്ടായിരിക്കും. അപ്പൊ കൺജോയിന്റ് കൊളാറ്ററാണോ? അല്ല, കാരണം രണ്ടും വെവ്വേറെ. കൺജോയിന്റ് അല്ല, മാത്രമല്ല ഒരേ റേഡിയസിലല്ല. സൈലം ഇത് സൈലാണ്, സൈലം ഇത് ഫ്ലോയം, ഇത് സൈലം ഇത് ഫ്ലോയം. അപ്പൊ സൈലം ഫ്ലോ ഒരേ റേഡിയസിലല്ല, സൈലം ഇത് റേഡിയസിലല്ല ഫ്ലോയം ഇരിക്കുന്നത്. ഓക്കെ, ദിസ് കണ്ടീഷൻ ആണ് റേഡിയൽ കണ്ടീഷൻ. റേഡിയൽ വാസ്കുലർ ബണ്ടിൽ is called radial vascular bundle. But xylem and phloem is different radii. Xylem phloem different radii. അപ്പൊ conjoint collateral വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല, രണ്ടെണ്ണതായിരിക്കുന്നു. And since it is at different radii, it is called a radial vascular bundle and it is a character of root. റൂട്ടിന്റെ സ്വഭാവമാണ്. ഇത് നമ്മുടെ സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്നതാണ്. എൻസൈറ്റി പഠനത്തിൽ കാണിക്കുന്നുണ്ട്, സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്നതാണ്. നന്നായിട്ട് പഠിച്ചു. ഓക്കെ, so this is something about these tissue systems, vascular tissue system, control tissue system and epidermal tissue system. മനസ്സിലായില്ല? ഇത് മൂന്നും വരച്ച് പഠിച്ചണം. വളരെ നിർബന്ധമായിട്ട് എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. മാറി തിരിഞ്ഞ് ചോദിക്കും. ഇത് മാത്രം കൊടുത്തിട്ട് പറയാൻ പറ്റും, ഇത് മാത്രം കൊടുത്തിട്ട് ഇത് മാത്രം കൊടുത്ത് പറയാൻ പറയും, മാർഗം ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായാലും ഓർത്തോളൂ. ഇനി ഇനി പഠിക്കാവുന്ന പ്രൈമറി സ്ട്രക്ചർ ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം ആണ്. പ്രൈമറി സ്ട്രക്ചർ ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം.
ഫ്രൂട്ട്, സ്റ്റെം. കൂട്ടത് ലീഫ് കൂടെ പഠിക്കും. അല്ലെ, ലീഫിന് പ്രൈമറി സെക്കൻഡറി ഒന്നുമില്ല. അതെന്താ ഇപ്പൊ പറയാം. എന്താണ് ഈ പ്രൈമറി സ്ട്രക്ചർ സെക്കൻഡറി സ്ട്രക്ചർ? ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഓർമ്മയുള്ളവർക്കറിയാം. ഞാനിപ്പോ ഒരു മാവിന്റെ വിത്ത് നട്ടു. അതിന്റെ പ്ലീമുകൾ കിളിച്ച് മുകളിലേക്ക് ഇങ്ങനെ വന്നതാണ്. പ്ലീമുകൾ ഇങ്ങനെ കിളിച്ച് വന്നിട്ട് രണ്ടു നിലയൊക്കെ വെച്ചു. ഫ്രൂട്ട് നാട്ടു പോയിട്ടുണ്ടായിരുന്നു, സ്വാഭാവികം. ഫ്രൂട്ട് നാട്ടു. ഇതിനകത്ത് ഏതൊക്കെ മെരിസ്റ്റം നിങ്ങൾക്ക് കാണാം? ഇതിന്റെ അഗ്രത്തായിട്ട് എപ്പിക്കൽ മെരിസ്റ്റം. ഈ ഇലയിരിക്കുന്നതൊക്കെ എന്തുണ്ട്? ഇന്റർ കാലറി മെരിസ്റ്റം ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു കാലത്തിൽ ഇങ്ങനെ എല്ലാ ഭാഗവും വളർന്നു പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് മുടിഞ്ഞു പോകത്തില്ലേ? അപ്പോഴെന്ത് വരും? നമ്മൾ നേരത്തെ പഠിച്ചു, വണ്ണം വെക്കാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ഏത് മെരിസ്റ്റം അവിടെ പ്രവർത്തിക്കും? ലാറ്ററൽ മെരിസ്റ്റം പ്രവർത്തിക്കും. ആ ലാറ്ററൽ മെരിസ്റ്റം പ്രൈമറി മെരിസ്റ്റമാണോ സെക്കൻഡറി മെരിസ്റ്റമാണോ? ലാറ്ററൽ മെരിസ്റ്റം സെക്കൻഡറി മെരിസ്റ്റമാണ്. അപ്പൊ സെക്കൻഡറി മെരിസ്റ്റം ഉണ്ടായി കഴിയുമ്പോൾ ഈ പടം ഒന്ന് മാറും. ഇതെങ്ങനെ മാറും? ഇങ്ങനെ ഇല്ല. ഞാൻ വലുതായിട്ട് വരയ്ക്കാണേ. അത് വണ്ണം വെച്ച് തുടങ്ങി, വണ്ണം വെച്ച് തുടങ്ങി. ശരിയല്ലേ? റൂട്ടിൽ അതുപോലെയാണ്. സീറോട്ടിൽ റൂട്ടും അതുപോലെ വണ്ണം വെച്ച് തുടങ്ങുന്നത്. അപ്പൊ വണ്ണം വെച്ച് തുടങ്ങിയപ്പോൾ എന്ത് തുടങ്ങി? എന്ത് വന്നു? ലാറ്ററൽ മെരിസ്റ്റം വന്നു. ഉണ്ടോ? റൂട്ടിൽ ലാറ്ററൽ മെരിസ്റ്റം വന്നു. മനസ്സിലായില്ലേ? വണ്ണം വെച്ച് തുടങ്ങിയപ്പോൾ ലാറ്ററൽ മെരിസ്റ്റം വന്നു. ഇവിടെ വണ്ണം വെച്ചില്ല, അവിടെ എന്തില്ല? ലാറ്ററൽ മെരിസ്റ്റം. അപ്പോൾ ഈ ഭാഗത്തെ വിളിക്കുന്നവരാണ് പ്രൈമറി സ്റ്റെം. ദിസ് ഏരിയ ഈസ് കാൾഡ് പ്രൈമറി സ്റ്റെം. ഇറ്റ് ഡു നോട്ട് ഹാവ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം ഇല്ലാത്ത ഈ ഭാഗത്തെ വിളിക്കാണ് പ്രൈമറി സ്റ്റെം. അതിന്റെ സ്ട്രക്ചർ അല്ല ഇതിന്റെ സ്ട്രക്ചർ അല്ലേ? ആ സ്ട്രക്ചർ അല്ല ഈ സ്ട്രക്ചർ. അപ്പൊ ഞാനിപ്പോ ഈ പടം വായിച്ചു തരാം. അപ്പൊ ഇതാണ് പ്രൈമറി സ്റ്റെം. അപ്പൊ ഇതെന്താണ്? ഇത് സെക്കൻഡറി തിക്കിനിങ് തുടങ്ങി, രണ്ടാമത്തെ വണ്ണം വെക്കിൽ തുടങ്ങി. സെക്കൻഡറി മെരിസ്റ്റം കാണുന്ന ഈ ഭാഗത്തേക്കാണ് സെക്കൻഡറി സ്റ്റെം. അതുപോലെ ഇത് പ്രൈമറി റൂട്ടാണ് അല്ലേ? ഈ ലാറ്ററൽ മെരിസ്റ്റം ഭാഗത്താണ് സെക്കൻഡറി റൂട്ട്. മനസ്സിലായില്ലേ? ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ എങ്ങനെ കാണുമോ അതുപോലെ ആയിരിക്കും ഇതിന്റെ ക്രോസ് സെക്ഷൻ. ഒരിക്കലും അല്ല, വ്യത്യാസമുണ്ട്. കാരണം ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ റൂട്ടിന്റെ ഈ ഭാഗത്തിന്റെ സെക്ഷൻ എടുത്ത് എങ്ങനെ കാണുമോ അതുപോലെ ആയിരിക്കത്തില്ല ഇതിന്റെ ഭാഗം എടുത്താൽ കാണുമോ, വ്യത്യാസം കാണും. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇതും പഠിക്കണം, ഇതും പഠിക്കണം, ഇതും പഠിക്കണം. അപ്പൊ ഞാൻ ആദ്യം ഇതാണ് പഠിക്കുന്നതെങ്കിൽ പ്രൈമറി സ്ട്രക്ചർ, അതിന്റെ റൂട്ടിനെ പഠിക്കും, പ്രൈമറി സ്ട്രക്ചർ പഠിക്കും. ഇലയ്ക്കാണ് പഠിക്കാൻ പറഞ്ഞാൽ ഇല ഇപ്പോൾ കാണില്ല. ഇല രണ്ടാമഴേ ഒരേ കാലമല്ലേ, പിന്നെ രണ്ടാമത് വണ്ണം വയ്ക്കാൻ ഇല്ലല്ലോ. അതുകൊണ്ട് ഇലയ്ക്ക് സെക്കൻഡ് സ്ട്രക്ചർ പഠിക്കേണ്ട, പ്രൈമറി സ്ട്രക്ചർ ആണ് പഠിച്ചാൽ. ശരിയല്ലേ? അതെല്ലാം പഠിക്കും. അപ്പൊ ഇതാണ് പ്രൈമറി സ്റ്റെം. അതിന്റെ സെക്കൻഡ് നമ്മൾ വിളിക്കുകയാണ് പ്രൈമറി സ്ട്രക്ചർ. ഇതാണ് സെക്കൻഡറി സ്റ്റെം. അതിന്റെ സ്ട്രക്ചർ വിളിക്കുകയാണ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ദ സ്റ്റെം. അത് പിന്നെ പഠിക്കും. അത് രണ്ടാമത് വണ്ണം വയ്ക്കുന്നത് സെക്കൻഡറി തിക്കിനിങ് എന്ന് പറഞ്ഞ് പഠിക്കും. രണ്ടാമത് വണ്ണം വയ്ക്കുന്നത് എങ്ങനെ, ആ സ്ട്രക്ചർ എങ്ങനെ, അതിലെ റൂട്ടിനെ കുറിച്ച് പഠിക്കും, ഇതിനെ കുറിച്ച് പഠിക്കും അല്ലേ? നിങ്ങൾ കാര്യം ഇവിടെ മനസ്സിലാക്കിയോ? ഞാൻ റൂട്ടിനകത്ത് എന്ത് വരച്ചില്ല? ഇന്റർകാലറി മെരിസ്റ്റം വരച്ചില്ല. അപ്പൊ റൂട്ടിനകത്ത് എന്തില്ല? ഇന്റർകാലറി മെരിസ്റ്റം ഇല്ല. മനസ്സിലായി? അപ്പൊ പ്രൈമറി സ്ട്രക്ചറിനകത്ത് കാണപ്പെടുന്ന പ്രൈമറി സ്റ്റെം ആണെങ്കിൽ രണ്ടുതരം മെരിസ്റ്റം കാണും. ഏതൊക്കെയാണ്? എപ്പിക്കൽ മെരിസ്റ്റവും ഇന്റർകാലറി മെരിസ്റ്റവും കാണും. പക്ഷേ ലാറ്ററൽ മെരിസ്റ്റം കാണില്ല അല്ലെ? ഇനി ലാറ്ററൽ മെരിസ്റ്റം ഉള്ളിടത്ത് എന്ത് കാണത്തില്ല? പ്രൈമറി മെരിസ്റ്റം കാണത്തില്ല, സെക്കൻഡറി മെരിസ്റ്റം കാണത്തില്ല. അല്ല, എപ്പിക്കൽ മെരിസ്റ്റം കാണത്തില്ല, ഇന്റർകാലറി മെരിസ്റ്റം കാണത്തില്ല അല്ലേ? അപ്പൊ ഇതിങ്ങനെയാണ്. ഇനി ഒരു കാര്യം കൂടെ, ഇങ്ങനെ രണ്ടാമത് വണ്ണം വയ്ക്കുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ? ഡൈക്കോട്ടിൽ മാത്രമേ ഉള്ളൂ. മോണോക്കോട്ടിൽ ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. തെങ്ങൊക്കെ രണ്ടാമത് വണ്ണം വയ്ക്കും, അടയ്ക്കാൻ രണ്ടാമത് വണ്ണം വയ്ക്കും, കരിമ്പ് രണ്ടാമത് വണ്ണം വയ്ക്കും, ഇല്ല. അപ്പോൾ നമ്മൾ പ്രൈമറി സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി സ്ട്രക്ചർ ആർക്ക് പഠിക്കേണ്ടതില്ല? മോണോക്കോട്ടിൽ പഠിക്കേണ്ട, ഡൈക്കോട്ടിൽ മാത്രമേ സെക്കൻഡറി ടെക്നിക് കുറിച്ച് പഠിക്കേണ്ടൂ. പക്ഷേ പ്രൈമറി സ്ട്രക്ചർ ആർക്കൊക്കെ പഠിക്കണം? മോണോക്കോട്ടിലും പഠിക്കണം, ഡൈക്കോട്ടിലും പഠിക്കണം. അപ്പൊ നമ്മൾ എന്തെല്ലാം പഠിക്കും? നമ്മൾ ഡൈക്കോട്ട് റൂട്ടിന്റെ പ്രൈമറി സ്ട്രക്ചർ, മോണോക്കോട്ട് റൂട്ടിന്റെ പ്രൈമറി സ്ട്രക്ചർ, ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ സെക്കൻഡറി സ്ട്രക്ചർ, ഡൈക്കോട്ട് റൂട്ടിന്റെ സെക്കൻഡറി സ്ട്രക്ചർ. ശരിയല്ലേ? മോണോക്കോട്ട് സ്റ്റെമ്മിന്റെ പ്രൈമറി സ്ട്രക്ചർ, മോണോക്കോട്ട് റൂട്ടിന്റെ പ്രൈമറി സ്ട്രക്ചർ. ഇത്രയും കൂടെ നിർത്തും. പിന്നെ ഇലയും കൂടെ പഠിക്കും. കാര്യം എന്താ? സെക്കൻഡറി തിങ് ആരും പഠിക്കേണ്ട, മോണോക്കോട്ടിൽ പഠിക്കേണ്ട. ശരിയല്ലേ? കാണില്ല. അപ്പൊ ഇതാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ പുസ്തകം കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഇതാണ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് മോണോക്കോട്ട് റൂട്ട് ആൻഡ് ഡൈക്കോട്ട് റൂട്ടാണ് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ആദ്യം. നമുക്കത് പഠിക്കാം. വായിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വരച്ച് പുസ്തകത്തിലുള്ള കാര്യങ്ങളല്ല. എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി മനസ്സിലാക്കാൻ വരച്ച് വെച്ചോളൂ.
അപ്പോൾ ആദ്യം പഠിക്കുന്നത് പ്രൈമറി സ്ട്രക്ചർ ഓഫ് റൂട്ട്. ഞാൻ 2 റൂട്ടുകൾ വരയ്ക്കാൻ പോകും. ഇത് മനസ്സിലായി? എന്ത് റൂട്ടാണ് ഇത്? ഡൈക്കോട്ട് റൂട്ടാണ്. ഇത് മോണോകോട്ട് റൂട്ടാണ്. ശരിയല്ലേ? ഇതിന്റെ പ്രൈമറി സ്ട്രക്ചറാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ നടുക്ക് എടുക്കണോ അത് അറ്റത്ത് കനം കുറഞ്ഞ ഭാഗം എടുക്കണോ? ഇവിടുന്ന് വേണം എടുക്കാൻ. കാരണം ഇവിടെ കൊണ്ട് വണ്ണം കൂടി തുടങ്ങി കാണും അല്ലെ? അതുകൊണ്ട് അവിടുന്ന് എടുക്കണം. ഇവിടുന്ന് എടുക്കും. ഇവിടുന്ന് ഒരു റൂട്ട് ഇച്ചിരി എടുക്കും. സാധനം ചേമ്പിന്റെ വേര എടുക്കുന്നത്. ചേമ്പിന്റെ വേര് കണ്ടിട്ട് മണ്ണിന് പോലെ ഇരിക്കുന്നത് അതെടുത്താൽ പഠിക്കുന്ന സാധാരണ. ചേമ്പ് ഉണക്കോട്ടാണെന്ന് അറിയാമല്ലോ. അതിന്റെ വേരാണ് എടുക്കുക. വാഴയുടെ വേരെടുത്താലും മതി, ചേമ്പിന്റെ വേരെടുത്താലും മതി. ഇങ്ങനെ എടുക്കാം. ഇനി നമ്മളിത് എല്ലാം ചെയ്യണം. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ട്യൂബിലായിട്ട് പോകാം. സ്വാഭാവികമായിട്ടും ഇത് റൂട്ടാണ്. എന്ന് വിളിക്കുന്നു എപ്പിഡെർമിസ് അല്ല. റൂട്ടിന്റെ എപ്പിഡെർമിസ് എപ്പിബ്ലമ എന്നാണ് വിളിക്കുന്നത്. റൂട്ടിന്റെ എപ്പിഡെർമിസിനെയാണ് എപ്പിബ്ലമ. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പോകുന്ന ഈ രോമങ്ങൾ എന്ന് വിളിക്കാൻ നമുക്ക് നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? റൂട്ട് ഹെയർ, എപ്പിഡെർമൽ ഹെയർ എന്നല്ല വിളിച്ചത് അല്ലേ? ഇതെന്ന് വിളിക്കാം റൂട്ട് ഹെയർ. എപ്പിഡെർമിസ് എപ്പിബ്ലമ എന്ന് ഞാൻ വിളിച്ചു. അത് കഴിഞ്ഞ് റൂട്ട് ഹെയർ ആണുള്ളത്. അത് മനസ്സിലാക്കുക. റൂട്ടിനകത്ത് എന്തില്ല? 2 സാധനങ്ങളില്ല. ഏതൊക്കെയാണ്? ഇൻ റൂട്ട് സ്റ്റൊമാറ്റ ആൻഡ് ക്യൂട്ടിക്കിൾ ആർ ആബ്സെന്റ്. ഇൻ റൂട്ട് ആരൊക്കെ ഇല്ല? സ്റ്റൊമാറ്റയും ക്യൂട്ടിക്കിളും ഇല്ല. കാരണം അത് മണ്ണിന്റെ അടിയിലല്ലേ. മണ്ണ് പ്രൊട്ടക്ട് ചെയ്യും. കീടങ്ങൾ കടക്കാതെ, വെയിലടിച്ച് ഉണങ്ങാതെ, അല്ലെങ്കിൽ മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടി റൂട്ടിങ്ങനെ ആടുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതിന് ക്യൂട്ടിക്കിളിന്റെ ആവശ്യമില്ല. പിന്നെ മണ്ണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ട് അതിന് ക്യൂട്ടിക്കിളില്ല. അതുപോലെ റൂട്ടിന് സ്റ്റൊമാറ്റ ഇല്ല. അപ്പൊ നിങ്ങൾ റൂട്ടിന് സ്റ്റൊമാറ്റ ഇല്ല, പിന്നെ എങ്ങനെ ശ്വസിക്കുന്നത്? നിങ്ങൾക്കറിയാം, നമ്മുടെ മൂക്ക് പോലെയാണ് ചെടികൾക്ക് സ്റ്റൊമാറ്റകൾ. അതിലൂടെയാണ് ഓക്സിജൻ അകത്തോട്ട് കിടക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോവുകയും ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ട് പോയി ഓക്സിജൻ പുറത്തോട്ട് ഒക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ റൂട്ടിന് ശ്വസിക്കണ്ടേ? റൂട്ടിന് ശ്വസിക്കണം. റൂട്ട് ശ്വസിക്കുന്നത് മണ്ണിരകൾക്കിടയിലുള്ള വായുവിൽ നിന്നാണ്. അത് സ്റ്റൊമാറ്റിലൂടെ അല്ല കിടക്കുന്നത്, ബൈ ഡിഫ്യൂഷൻ തന്നെ പ്രവേശിക്കുകയായിരുന്നു. സ്റ്റൊമാറ്റ വേണ്ട. ഗാഢത കൂടുതലുള്ള വായുവിന്റെ കണികകൾ ഡിഫ്യൂസ് ചെയ്ത് അകത്തെ പ്രവേശിക്കും. ഡിഫ്യൂഷൻ എന്നാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വ്യാപനം എന്നൊക്കെ പറയത്തില്ല. പ്രതിവ്യാപനം, അന്തർവ്യാപനം എന്ന് പറയുന്നതാണ്. അത് ഗാഢത കൂടുതലുള്ള വസ്തുക്കൾ കൂടുതൽ തന്നെ പ്രവേശിക്കും. അതിന് പ്രത്യേകിച്ച് ആരും തള്ളി കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സെന്റ് കുപ്പിയുടെ തുറന്നു വെച്ചാൽ അതിന്റെ മണം എല്ലായിടത്തും വ്യാപിക്കും. നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലെ? എന്തുകൊണ്ടാണ്? സെന്റ് കുപ്പിയിലെ സെന്റിന് തന്മാത്ര കൂടുതലായിരുന്നു. ഇതുപോലെ മണ്ണിൽ ഓക്സിജൻ കൂടുതലാണെങ്കിൽ വേരിലേക്ക് തന്നെ കിടക്കും. ഇതാണ് വേരിന്റെ ശ്വസിക്കാനുള്ള പരിപാടി. അതുകൊണ്ട് വേരിന് എന്തില്ലാതെ പഠിച്ചോണം? സ്റ്റൊമാറ്റയും റൂട്ടുകളും ആബ്സെന്റ് ആണ് എന്ന് ഇപ്പോഴേ പഠിച്ചോണം. കേട്ടല്ലോ? ഇനി തിരിച്ചു പോവാം. അപ്പോൾ ഒരു ഡിഫറൻസ് ആയപ്പോൾ പറഞ്ഞു, എപ്പിബ്ലമ ഇസ് എപ്പിഡെർമിസ് ഓഫ് റൂട്ട് ആണ് പോയിന്റ്. റൂട്ട് ഹെയർസ് ആർ ദേ ആർ യൂണിസെല്ലുലാർ ഔട്ട്ഗ്രോത്ത്. റൂട്ട് ഹെയർ എല്ലാം തന്നെ യൂണിസെല്ലുലാർ ഔട്ട്ഗ്രോത്തുകൾ ആയിരിക്കും. ദെൻ എപ്പിഡെർമിസ് ഇസ് കാൾഡ് എപ്പിബ്ലമ. പിന്നെ കോർട്ടക്സ് ഉണ്ട്. കോർട്ടക്സ് ഇതിനുണ്ട്. ഇതെല്ലാത്തിനുണ്ട് കേട്ടോ. ഇത് എപ്പിബ്ലമ. റൂട്ട് ഹെയർ ഇതിനുണ്ട്. ചെറിയ വ്യത്യാസം മാത്രമല്ല, അത് മാത്രം പഠിച്ചാൽ റൂട്ട് ഹെയർ, endodermis, the cortex, endodermis. അതിലുണ്ട് endodermis. പിന്നെ ഈ endodermis തൊട്ടുള്ളിലായിട്ട് ഒരു വലിയ കോശം കാണും. This is called a pericycle. രണ്ടിടത്ത് പെരിസൈക്കിൾ ഉണ്ട്. പെരിസൈക്കിൾ ഉണ്ട്. അപ്പൊ
അപ്പൊ ഇത് വ്യത്യാസം മോണോകോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും ഡൈക്കോട്ട് റൂട്ടും വ്യത്യാസം ഇതാണ്. ഇൻ ഡൈക്കോട്ട് റൂട്ട് xylem is like this. ഇതെന്താ പറയാ, ഇത് പ്രോട്ടോസൈലം, ഇത് വലുത് മെറ്റാസൈലം. നമ്മൾ മാറ്റി വരയ്ക്കും. സൈലം എങ്ങനെയാണ് ഇത്ര മനസ്സിലായി. ഫ്ലോയം ഇവിടെ സൈലമാണ്, ഫ്ലോയം റേഡിയലാണ് നമ്മൾ പറഞ്ഞല്ലോ. ഈ മോണോകോട്ട് റൂട്ടിലേക്ക് ഇങ്ങനെ വ്യത്യാസം തന്നെ പറയണം. ഫ്ലോയം എന്താ വ്യത്യാസം മോണോകോട്ട് റൂട്ട് ഡൈക്കോട്ട് റൂട്ട്? രണ്ട് വ്യത്യാസങ്ങൾ. ഇവിടെ നോക്കൂ, ഇവിടുത്തെ സൈലം അല്ല ആംഗുലാർ ആണ്. ഇൻസൈഡ് പടം ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ സൈലം അല്ല റൗണ്ട് ആണ്. അതാണ് ഒരു വ്യത്യാസം. പിന്നെ പ്രോട്ടോസൈലം പുറത്തോട്ടും മെറ്റാസൈലം അകത്തോട്ടും. അത് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റാർക്ക് നോക്കി എക്സ് ആർക്ക് വിളിച്ചു. എക്സ് ആർക്ക് റൂട്ടിന്റെ കണ്ടീഷൻ എക്സ് ആർക്കാണ്, രണ്ടും എക്സ് ആർക്കാണ്. പിന്നെ എന്താ വ്യത്യാസം പറഞ്ഞാൽ ഇവിടുത്തെ സൈലം ബണ്ടില് എന്താണ്? <7 ആണ്, <6. ഇവിടെ നോക്കിയേ <6. പോളിയാർച്ച് കണ്ടീഷൻ ഒക്കെ വിളിക്കും, അവൻ പറയാം. അപ്പോ ഇതാണ് ബേസിക് ഡിഫറൻസ്. എന്തൊക്കെയാണ്? In dicot xylem vessels are angular, polyhedral, where monocote is round. Another difference is that their xylem bundles are less than 6. Here this is more than 6. This is the difference. That's the difference. So when we do making a combined study of monocote and dicot root, both root are covered with epidermis. Here it is called epiblema. They have unicellular root hairs. Then there is cortex. Then there is endodermis. Then there is pericycle. Then there is pith. ഇതാണ് പിത്ത്. മധ്യഭാഗത്തെ പിത്ത് എന്ന് വിളിക്കും. ഇതിനുണ്ട് പിത്ത്. മെഡില്ല, പിത്ത് അഥവാ മെഡില്ല അല്ലേ? ഓക്കെ. അപ്പൊ പിത്ത് റേസ് അഥവാ മെഡില്ല റേസ് ഉണ്ടല്ലോ, ഏതാണത്? ഇതാണ്. പക്ഷെ ഒരു കാര്യമാണ്, ഇന്നത്തെ പിത്ത് റേസ് അഥവാ മെഡില്ല റേസ് സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്കൂടെ ആകുന്നത്, അല്ലാതെ വാസ്കുലർ ഇടയിലൂടെ. അതുകൊണ്ട് അതിന്റെ പേര് വിളിക്കും കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കും. Medullary race or pith race of root is called conjunctive tissue. So that's the difference between monocote root and dicot root. എന്താണ്? Xylem vessels are angular, here xylem vessels is round. Here is less than 6, here is more than 6. ഇതിനെ ലാർജ് വിത്ത് സ്മാൾ വിത്ത് എന്നല്ല. ഇവിടെ സ്മാൾ കോർട്ടക്സ് ആയിരിക്കും, ഇവിടെ ലാർജ് കോർട്ടക്സ് ആയിരിക്കും, വലിയ പിത്തായിരിക്കും, ചെറിയ പിത്തായിരിക്കും. ഇവിടെ ചെറിയ പിത്താണ്, വലിയ പിത്താണ്. ഇതിന്റെ കോർട്ടക്സ് വലുതായിരിക്കും, കോർട്ടക്സ് ചെറുതായിരിക്കും. അത് വലിയ മറ്റേ പടം വരയ്ക്കാൻ മനസ്സിലാകും. ഇത് ആ പടം ഇട്ട് കാണിക്കണം. ഇതാണ് കണ്ടീഷൻസ്. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് എ സിമ്പിൾ അനാറ്റമിക്കൽ സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് റൂട്ട് ആൻഡ് ഡൈക്കോട്ട് റൂട്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാനിത് ഒരു ഭാഗം ഒന്നും എല്ലാവർക്കും ഇത് വരയ്ക്കണം. നമുക്ക് ഏതാ ഒരു ഭാഗം? അപ്പൊ ഇത്ര ഭാഗം ഞാൻ വലുതായിട്ട് വരയ്ക്കുന്നുണ്ട്. ഒരു ഏകദേശം ഇത്ര ഭാഗം വലുതായിട്ട് വരയ്ക്കാം. അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മൾ പടം വരയ്ക്കാൻ പഠിക്കണമെന്ന് പറയാം. നോക്കൂ, എപ്പിഡെർമിസ്, കണ്ടോ? ഇതെന്തുമായിരിക്കും? എപ്പിഡെർമൽ ഹെയർ, ശരിയല്ലേ? ഇതായിരിക്കും എന്ത്? എൻഡോഡെർമിസ്. ഇങ്ങനെയൊക്കെ വരച്ച് പഠിക്കണം കേട്ടോ. ഇത് എൻഡോഡെർമിസ് ആണ്. എൻഡോഡെർമിസ്. ഇതാണെന്ത്? എപ്പിബ്ലമ. ഇതാണെന്ത്? റൂട്ട് ഹെയർ. പെഡിക്കൽ ടിഷ്യൂ എന്താണ്? കോർട്ടക്സ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ച് പഠിക്കും. ഇങ്ങനെയുള്ള ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള പാരൻകേപാറ്റസ് കോർട്ടക്സ് ആണ്. പരസ്പരം ടച്ച് ചെയ്തിരിക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് വരയ്ക്കുകയാണ്.
ഇതെന്താണ് കോർട്ടക്സ്. ഇതെന്താണ് കോർട്ടക്സ് നമുക്ക് ഇത്ര വരും കേട്ടോ. എൻഡോഡെർമിസ് ഉൾപ്പെടെയാണ് കോർട്ടക്സ്. അവരുടെ എൻഡോഡെർമിസ് എ പാർട്ട് ഓഫ് കോർട്ടക്സ്. Endodermis also is a part of cortex. This is parenchymatous tissue. Usually arranged parenchymatous tissue. അല്ലേ? Yes. അത് കഴിഞ്ഞ് എൻഡോഡെർമിസ് ഉള്ളിലായിട്ട് ഒരു കോശം വരും. ഇതാണ് പെരിസൈക്കിൾ. ഇതാണ് പെരിസൈക്കിൾ. പെരിസൈക്കിൾ. ഇനി ഈ ഡൈക്കോട്ട് സ്റ്റെം ആണ്, ഡൈക്കോട്ട് റൂട്ട് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ വായിക്കാം. ഡൈക്കോട്ട് റൂട്ട് എവിടെ? ഫ്ലോയം, ഫ്ലോയം. ബാക്കി ടിഷ്യൂസ് എല്ലാം ഫില്ല് ചെയ്യണം. ബാക്കി ടിഷ്യൂസ് എല്ലാം ഫില്ല് ചെയ്യാൻ കഴിയുക ഇങ്ങനെ ഫില്ല് ചെയ്യാം. പക്ഷെ ആ പടം ഉള്ളതുകൊണ്ട് വരയ്ക്കുന്നില്ല. ഏത് റൂട്ടാണ്? ഡൈക്കോട്ട് റൂട്ട്. മോണോക്കോട്ട് റൂട്ട് ആണെങ്കിൽ അത് ഇതുപോലെ വരയ്ക്കണം. സിമ്പിൾ അല്ലേ? അപ്പൊ എങ്ങനെ രാവിലെ നമ്മള് ഇത് എപ്പിഡെർമൽ ഹെയർ, ഇത് എപ്പിബ്ലമ, ഇത് കോർട്ടക്സ്, ഇത് എൻഡോഡെർമിസ്, ഇത് പെരിസൈക്കിൾ, ഇത് മെറ്റാസൈലം, ഇത് പ്രോട്ടോസൈലം. പഠിച്ചിട്ടുണ്ടല്ലോ. ചെറിയ സൈലത്തെ പ്രോട്ടോസൈലം, വലിയ സൈലത്തിന് മെറ്റാസൈലം വിളിക്കും. പ്രോട്ടോസൈലം ഈസ് ഫേസിംഗ് ടുവേർഡ്സ് ഔട്ടർ സൈഡ്, സോ ഇറ്റ്സ് കോൾഡ് എക്സാർക്ക്. അല്ലേ? പ്രോട്ടോസൈലം ഈസ് ഫേസിംഗ് ടു ഔട്ട് സൈഡ്, ഇറ്റ്സ് കോൾഡ് എക്സാർക്ക്. ഇത് പിത്താണ്. ഇതാണ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ. കൺജങ്ക്റ്റീവ് ടിഷ്യൂ ഐഡിയ കിട്ടിയെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എല്ലാം മനസ്സിലാക്കും ഈസി. എപ്പിഡെർമിസ് ഇത്ര ഭാഗം എല്ലാവർക്കും വരച്ചിരിക്കില്ല. ഇത്ര ഭാഗം തന്നെ അയച്ചത്. ഇത്ര ഭാഗം ഈ വാസ്തവം ഈ ഭാഗം മുഴുവൻ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാവർക്കും വരച്ചു. ഈ ഭാഗം മുഴുവൻ ഇത്രയും ഞാൻ വരച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ എല്ലാവർക്കും വരച്ചിട്ടുണ്ട്. അല്ലേ? സിമ്പിൾ അല്ലേ? അതുപോലെ ഇത് വ്യത്യാസം ഉണ്ടോ? ഇത് മാത്രം. വാട്ട്സ് ദി ഡിഫറൻസ് മോണോകോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ട്? In dicot root, xylem vessels are angular. Also, its number is less than 6. In monocot root, it is round and is more than 6. That's the difference. പിന്നെ രണ്ട് വ്യത്യാസം പറയാം. ഇവിടെ സ്മാൾ വിത്ത് ആണ്, ഇവിടെ ലാർജ് വിത്ത് ആണ്. ഇവിടെ സ്മാൾ കോർട്ടക്സ് ആണ്, ലാർജ് കോർട്ടക്സ് ആണ്. ഓക്കെ. ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഈ എൻഡോഡെർമിസിന്റെ ഇതാണ് അതിന്റെ ഇന്നർ വാളിലും ഇന്നർ ടാൻജന്റൽ വാളിലും ക്രോസ് വാളിലും ഒരു തിക്കനിങ് മെറ്റീരിയൽ ആണ്. അതിന്റെ പേര് കാസ്പേറിയൻ സ്ട്രിപ്പ് എന്നാണ്. കാസ്പേറിയൻ ബാൻഡ്. എൻഡോഡെർമിസിന്റെ ഇന്നർ വാളിലും ക്രോസ് വാളിലും ഒക്കെ ഒരു തിക്കനിങ് മെറ്റീരിയൽ കാണും. അതിന്റെ പേരാണ് കാസ്പേറിയൻ സ്ട്രിപ്പ് അഥവാ കാസ്പേറിയൻ ബാൻഡ്. കാസ്പർ എന്ന സയൻസിസ്റ്റ് കണ്ടുപിടിച്ചാണ് പേര് കൊടുത്തത്. ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് സൂബറിൻ. അതൊന്ന് ഓർത്താമേ. is made up of suberin. ഇപ്പൊ ഞാൻ പറയുന്നുണ്ടോ, in the endodermis of roots there is a thickening material called casparian strip made up of suberin. എവിടെ കാണുന്നത്? എൻഡോഡെർമിസിൽ കാണുന്നത് പഠിച്ചാൽ മതി. എൻഡോഡെർമിസിനകത്ത് കാണുന്ന ഒരു തിക്കനിങ് മെറ്റീരിയൽ പേരാണ് കാസ്പേറിയൻ സ്ട്രിപ്പ് അഥവാ കാസ്പേറിയൻ ബാൻഡ് made up of suberin. ഇവിടെ രണ്ട് കാര്യം എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട്. What is conjunctive tissue? That's a parenchymatous tissue seen between xylem and phloem of root. Okay. That is pericycle. There is a layer of tissues found inside the endodermis. What is casparian strip? At the endodermis of root, there is a thickening material called casparian strip made up of suberin. Suberin. പുതിയ thickening material ആണ് suberin. രണ്ട് പടവും വെച്ച് കമ്പയർ ചെയ്ത് പഠിച്ചുകൂടാ. So you have to prepare a chart between difference between dicot root and monocot root. അല്ലേ? ഒരു കമ്പാരിസൺ ആൻഡ് ഡിഫറൻസ് ചാർട്ട് ആണ്. അപ്പൊ അതെല്ലാം നിങ്ങൾ എഴുതണം. എന്താ കമ്പാരിസനകത്ത്? റൂട്ട് ഡൈക്കോട്ട് റൂട്ടിന് താഴെ ഒരു കോളം വരയ്ക്കുക. ഇങ്ങനെ കോളം വരയ്ക്കുന്നു. ഡൈക്കോട്ട് റൂട്ട്, മോണോകോട്ട് റൂട്ട്. എപ്പിബ്ലമ പ്രസന്റ്, എപ്പിബ്ലമ പ്രസന്റ്. എപ്പിഡെർമൽ ഹെയർ അല്ല, റൂട്ട് ഹെയർ പ്രസന്റ്, റൂട്ട് ഹെയർ പ്രസന്റ്. കോർട്ടക്സ് പ്രസന്റ്, കോർട്ടക്സ് പ്രസന്റ്. അങ്ങനെ എഴുതി പോകുമ്പോൾ ഡിഫറൻസ് മാത്രം വരുന്നത്. അപ്പൊ കമ്പാരിറ്റീവ് സ്റ്റഡിക്കായി ഡിഫറൻസ് വരും. അങ്ങനെ ഒരു ചാർട്ട് ഇവിടെ നിന്ന് തയ്യാറാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. പുസ്തകത്തിൽ രണ്ട് പടം വ്യക്തമായിട്ടൊന്ന് വരച്ചു വെച്ചേക്കണം. പോയിന്റുകളെല്ലാം എഴുതി. ഓക്കെ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതൽ പറയാം. ഓക്കെ. ഡൈക്കോട്ട് റൂട്ടാണ് അല്ലേ? DR. ഇത് മോണോകോട്ട് റൂട്ടാകുമ്പോൾ വ്യത്യാസം വരും.
മോണോകോട്ട് വ്യത്യാസം ഈ പടത്തിനകത്ത് മാറ്റി വരച്ച കാര്യം കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ്. വേറെ മാറ്റമൊന്നും വരുന്നില്ല. മോണോകോട്ട് വരുന്ന വ്യത്യാസം ഇത്രേ ഉള്ളൂ. എന്താണ് ഇതാ മോർ ദാൻ 6 അല്ലെ? 2, 4, 6, 8. 2, 4, 6, 8 എണ്ണം മോർ ദാൻ 6. അവിടെ രണ്ട് പ്രോബ്ലം കണ്ട് എന്ത് വ്യത്യാസം? ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. എന്ത് വ്യത്യാസം? ഇവിടെ രണ്ട് ടിപ്സ് എല്ലാം ഡിഫറൻസ്. ആ ഒരു വ്യത്യാസമേ ഇതിനകത്തുള്ളൂ. ഇപ്പൊ രണ്ടു പടം ഒന്ന് വരയ്ക്കണം. ഞാൻ രണ്ടാമത് പടം വീണ്ടും വരച്ച കാര്യം ഒരുപക്ഷെ അത് വരയ്ക്കാതെ നിങ്ങൾ അത് പിടിക്കാതെ പോകും. അതുകൊണ്ടാണ് എടുത്ത് വരച്ചത്. ഓക്കെ, ആ പടങ്ങളെല്ലാം നന്നായിട്ട് വരയ്ക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.